ചെയ്യണം. കാരണം നീയാണ് ഈ കല്യാണം മൊത്തം നടത്തുന്നത്. അതുകൊണ്ട് നിനക്ക് അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം നല്ല വെയിറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ ഇവൻ എന്റെ കല്യാണം മൊത്തത്തില് ഒരു എന്റെ കല്യാണം ഒരെണ്ണമില്ല നടന്നു. എന്റെ റിസപ്ഷൻ, എന്റെ കല്യാണം, ഈ രണ്ട് സാധനങ്ങള് നിങ്ങൾ കണ്ടാണ്. നീ വന്നില്ല, പക്ഷെ നീ ഒന്നും മിണ്ടിയില്ല, നീ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ കല്യാണം തൊട്ടില്ല. അങ്ങനത്തെ കല്യാണങ്ങളിൽ പണി കൊടുക്കുന്ന എനിക്ക് കൈവറയിലും ജലദോഷം, അലർജി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. ഞാൻ എന്നെ പണിതിട്ടുള്ളവരെ ഞാൻ ചെയ്യും. ചെയ്യുമ്പോഴേ എന്നെ ഒന്നും വിളിക്കണം, എനിക്ക് ചെറിയൊരു ഉണ്ട്. എനിക്ക് കുറച്ച് ഉണക്കമീനൊക്കെ സ്റ്റേജിൽ നിന്ന് മണപ്പിക്കാൻ തിന്നാനൊക്കെ വേണ്ടെന്ന് എനിക്ക് അങ്ങനെ തന്നെ ഞാൻ ചെറുതായിട്ട് നിന്നെ പണിതിട്ടുള്ളൂ. പക്ഷെ നീ അതാ എനിക്ക് നിങ്ങളുടെ കുഴപ്പമില്ല, എനിക്ക് ഇവനാണ് മുഖ്യധാരൻ. മനസ്സിലായി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം കുറേ ആൾക്കാര്, മുതിർന്ന ആൾക്കാര് പറഞ്ഞല്ലേ, ഞാൻ അവരെ മുഖം, ഈ 4 പേര് ഇരിക്കുന്നുണ്ട് വെളിയിൽ, 4 വലിയച്ഛൻ, എല്ലാവരുടെ ഫേസ് അച്ഛന്റെ മുഖം പോലെ. എനിക്ക് അങ്ങനെ അച്ഛൻ വന്നല്ലോ എന്ന് പറയുന്ന, പക്ഷെ അവര് ചിരിച്ചോണ്ടോ വന്നല്ലോ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ കാണുന്ന വന്നല്ലോ ആ സാധനമായിട്ട് എനിക്ക് കാണുന്നത് എല്ലാം ഒരുമാതിരി ഫ്ലൈ ആയി. ഞാൻ ഇങ്ങനെ ഇതിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കും. ആയിരിക്കും. പക്ഷെ ഇന്ന് എന്റെ കൊച്ചച്ഛൻ മച്ചാനെ അന്വേഷിച്ചിട്ട് അവൻ നല്ല ചെറുക്കനാണ്, അവൻ കട്ടക്ക് എല്ലാ കാര്യത്തിനും കാർത്തികിന്റെ കൂടെ നിൽക്കുന്നവനാണ്, അവൻ എന്ത് വരാത്തെന്നൊക്കെ വരുമെന്ന് പറഞ്ഞു. മച്ചാനെ ഇതൊരു സ്ട്രാറ്റജിയാണ്. ഇത് പറഞ്ഞു ഭയങ്കര മറ്റേ സെന്റിമെന്റൽ സാധനങ്ങളൊക്കെ ഇടുന്നു. മച്ചാൻ എന്നെ ദുഃഖിപ്പിക്കില്ല അങ്ങനെയൊക്കെ പറയുമ്പോ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ് മച്ചാൻ. 10 വയസ്സ് 35 നോക്കാനില്ലെന്ന്. പക്ഷേ സുരേഷ് അങ്കിളിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. ഞാൻ അങ്കിൾ എന്നല്ല വിളിക്കുന്ന, അച്ഛനെ. പക്ഷെ കമന്റിലൂടെ കുറെ സുരേഷ് അങ്കിൾ ഫാൻസ് ഉണ്ട്. പുള്ളി ഞാൻ എന്തെങ്കിലും പണി ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി എന്നെ ആ തരത്തിൽ നോക്കൂ എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. അങ്ങനെ നോക്കൂല. ഉറപ്പാണ്. കാരണം അച്ഛന് അറിയാം, കാരണം ഇവൻ കുറെ കൊടുത്താണല്ലോ. അത് അങ്ങനത്തെ സാധനമല്ലടാ, നീ നോക്കിയൊന്ന്. ഈ ജട്ടിയിൽ 2 ഹോളുണ്ട് കാലിടാനുള്ള. അത് ചെവി 2 ഇട്ടിട്ട് ആൾക്കാരൊക്കെ പോയത് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഞാൻ മങ്കി ക്യാപ്പ് എവിടെ നിന്ന് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞ് പിന്നെ നോക്കിയപ്പോ എന്റെ തല ആയത്, അതിലെന്റെ തല ഒട്ടിയിരിക്കുന്നു. ഇവൻ ഒട്ടിച്ച് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ, ഞാൻ ഇതെല്ലാം മറന്ന് സന്തോഷത്തോടെ ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ എന്റെ കോളേജിൽ പഠിച്ച കൂട്ടുകാരൻ വന്നിട്ട് അവൻ ഇങ്ങനെ ഒരു പാൻറ് ഒരു കാണിച്ചു തരണം. ഞാൻ പറഞ്ഞു ഈ എന്താ കാണിക്കുന്നത്? അവിടെയും ചട്ടിയുണ്ട്. അവൻ അത് ബാത്റൂമിൽ പോയി ഇട്ടോണ്ട് വന്നേക്കണം. അഖിൽദാസ്. മച്ചാൻ ആ ചട്ടിയുടെ കളർ ഇവിടെ നല്ല രീതിയിൽ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് കേൾക്കുമ്പോഴേ അറിയാം. പക്ഷെ അല്ലടോ, മച്ചാന്റെ ലൈഫിന് കല്യാണം കണ്ട എത്ര വർഷമായി മച്ചാന്? 4 വർഷം. എന്നിട്ട് ഇന്നും ഒരു തരി പോലെ അത് മാഞ്ഞിട്ടില്ല. ഇല്ല, അത് വീഡിയോ ആയിട്ടും കൂടെ കിടക്കണോണ്ട് ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് തന്നെത്താനെ പൊക്കിക്കൊണ്ട്. ഈ ഇരിക്കുന്ന എല്ലാത്തിലും നന്ദുവിന് മാത്രമേ നിന്റെ അടുത്തൊരു സ്നേഹമുള്ളൂ. നന്ദു, സന്ദീപ് ജെനുവിൻ ആയിട്ട് നിൽക്കുന്നത്. നാരായണൻകുട്ടിയോടെ ഇരിപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഏറി കയറ്റി വിടുമെങ്കിലും. അവൻ ഇടയ്ക്കൊക്കെ എന്നെ വിളിച്ചിട്ട് മെമ്പർഷിപ്പ് കാർഡ് അടിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. എന്തിനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. അവന് തോന്നുന്ന കാര്യം അവൻ അപ്പൊ വിളിച്ച് പറയും, മെമ്പർഷിപ്പ് കാർഡ് അടിക്കട്ടെ. പക്ഷെ അതിനൊന്നും ഞാൻ തല വെച്ചില്ല. ഞാൻ ഇതിൽ ഇരിക്കുന്ന ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചത് ഈ പണി ചെയ്യണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് 2 വർഷം മുന്നേ പ്ലാൻ ചെയ്ത പണിയാണ്. ഇതില് ഭയങ്കര ഹൈപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാനും കാർത്തിക് സൂര്യൻ തമ്മിലുള്ള ചെറിയ ചെറിയ കുസൃതികളാണ്, മനസ്സിലായില്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും. നാട്ടുകാർ വിചാരിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവന്റെ കല്യാണം ഇല്ലാതാക്കുന്നു, താലിമാല കഴിച്ചുകൊണ്ട് ഓടുന്നു. എങ്ങനെ പറഞ്ഞേ നീ എന്ത് വിചാരിച്ചു? ഞാനത് ചുമ്മാ പറഞ്ഞോ. മറ്റുള്ള താലിമാലയും കഴിച്ചോണ്ട് ഇങ്ങനെ പന്തക്കറി ഓർഡർ കേട്ടാ അച്ഛൻ പറ പേപ്പട്ടിയോ കഴിച്ചോണ്ടോ. 2 കയ്യിലും ഹാരോ വായിലും താലിമാല. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ ചിത്രീകരിക്കുന്നുണ്ട്. അത് പണി എന്തോ ആയിക്കോട്ടെ, വലുതോ ചെറുതോ, അത് ഞാനും കാർത്തിക് സൂര്യൻ തമ്മിലുള്ള രസകരമായിട്ടുള്ള കുസൃതികൾ, ചെറിയ കുസൃതിയായിട്ട് കണക്ക് കൂട്ടിയാൽ കണ്ടോണ്ടിരിക്കുന്നവര് ചിലത് കമന്റ് ചെയ്യാറുണ്ട്, മനസ്സിലായില്ലേ മോനെ? അതങ്ങനെ വന്നിട്ട് അയ്യോ പണി ചെറുതായി പോയല്ലോ, അല്ലെ പണി വലുതായി പോയല്ലോ, നിങ്ങൾ കാണിച്ചത് മോശമാണല്ലോ. എക്സ്പെക്ടേഷൻ കുറച്ച് കൂടുന്നുണ്ടോ? ഉറപ്പായിട്ടും കൂടുന്നുണ്ട്. ഒരു സിനിമയുടെ 2ാം ഭാഗം ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, എന്തോന്ന് ബാഹുബലിയിൽ മറ്റേ കട്ടപ്പ കൊന്നത് പോലും ഇത്രയും വെയിറ്റ് ചെയ്തിട്ടില്ല. നീ ഒരു കമന്റ് കണ്ടോളൂ, ഞാൻ ഡെയിലി ഓരോ കമന്റുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്.
5 മിനിറ്റ് വെച്ചിട്ട് എനിക്ക് വരുന്ന മെയിലുകൾ, എനിക്ക് വരുന്ന മെയിൽ വരുന്നുണ്ട്, മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരുമോ, കല്യാണം കാണാൻ, പണി കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നു പയ്യൻ. എടാ ഇത്രയും പേരൊക്കെ മച്ചാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് മച്ചാൻ അത് കാര്യമായിട്ട് ഗവനിക്കണം. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം പറയാം, ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും പണി കൊടുക്കൂല. ഇത് അവസാനത്തെ പണിയാണ്. ഇത് അവസാനത്തെ പണി. ഇത് ഞാനിവിടെ ഈ പോഡ്കാസ്റ്റിൽ ഞാൻ അനൗൺസ് ചെയ്യാണ്. ഇത് ഇനി ഞാൻ ആരെയും കല്യാണത്തിന് പണിയാൻ പോകില്ല. ഇത് കാർത്തിക് സൂര്യയോട് ഞാൻ വെച്ച് കേട്ടാണ്. അത് കലാശക്കൊട്ടായിരിക്കണം. കലാശോട്ട്. അല്ല ഇനിയിപ്പോ ഞാൻ റിസപ്ഷനും പണിയില്ല. നമ്മുടെ റിസപ്ഷന് പണി വരുമ്പോ ടൈം സ്ലോട്ട് പറയണം. അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ഫസ്റ്റ് നൈറ്റ് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് PP ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ. കല്യാണം ഫുൾ ഷെഡ്യൂളിലാണല്ലോ. രാത്രി ദോശ ഇട്ടു, ചമ്മന്തി അരച്ചു, തേങ്ങ പൊളിച്ചു, തേങ്ങ ഇരവി, പിന്നെ അതാ ഞാൻ കളിച്ച റോഡ് എന്റെ വീടിനല്ല, കഴക്കൂട്ടം ജംഗ്ഷനില്. അല്ല ഇപ്പഴേ കരഞ്ഞു. ദൈവമേ, ഒരൊറ്റ ജീവിതം ഉണ്ടായിരുന്നോളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ശരിക്കും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പറ്റില്ല. ശരിക്കും കല്യാണം താലി ശരിക്കും എന്താണ്, നീയാണോ കെട്ടുന്നതെന്ന് വരെ നിനക്ക് തോന്നാത്ത രീതിയിലായിരിക്കും എല്ലാം പോകുന്നത് അല്ലേ. പക്ഷേ ഒരു സംഭവം വെച്ചാലേ നമ്മളിത് ചെയ്യുമ്പോ ഈ സാധനം ഓൾറെഡി നമ്മളെ മനസ്സിലുണ്ട്. അപ്പൊ നമുക്കിത് ഒന്നും നമ്മൾ ചെയ്യുമ്പോ ഒന്നും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വരുന്നത് വരട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ ടെൻഷൻ അടിക്കാൻ നിന്ന് കഴിഞ്ഞാലോ വെച്ചാല് പിന്നെ ടെൻഷനേ സമയം കാണുള്ളൂ. ഈ കാണുന്നവരെ പോലെ തന്നെ ഞങ്ങളും കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പൊ ഞങ്ങളുടെയും ഇതിലിപ്പം ലാസ്റ്റ് 1-2 പേരെ കല്യാണം കൂടെ ഉള്ളൂ. അപ്പം ഇവര് കല്യാണം കഴിച്ചും തീരാറായി, ഈ ഒരു ജനറേഷന് പണി കൊടുത്തും തീരാറായി. അപ്പൊ എല്ലാത്തിലും ഒരു ക്ലൈമാക്സ് സാധനമാണ്. അപ്പം ഇനി ഇങ്ങനെ കല്യാണങ്ങളൊക്കെ ഇനി കുറവ്. ഇനി നമ്മളെ മക്കളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കല്യാണങ്ങൾ വരത്തുള്ളൂ. ഇവൻ പണിയാണെങ്കിൽ എന്റെ മോളുടെ കല്യാണത്തിന് പറ്റും. കല്യാണത്തിന് പണി കാരണം അപ്പാപ്പനായിട്ടൊക്കെ പോവേണ്ടി. അന്ന് ഞാൻ കട്ടിലൊക്കെ മോനെ നീ വരുമ്പോ അപ്പൊ ഇവൻ മറ്റേ വീൽ ചെയർ ഞാൻ ചെന്നിട്ട് വെന്റിലേറ്ററിന്റെ ട്യൂബ് വലിച്ചൊരുക്കളെ. അയ്യോ, അങ്ങനെ ഞാൻ അഖിലേഷിന്റെ കല്യാണത്തിന് പണി കൊടുത്തിട്ടുണ്ട്. മുരിങ്ങയൊക്കെ വെച്ചിട്ടൊരു സാധനം ഫ്ലക്സ് ഒക്കെ അടിച്ച് അങ്ങനെ. ഇവന്റെ കല്യാണത്തിന്, നന്ദുവിന്റെ കല്യാണത്തിന് ഞാൻ പണി കൊടുത്തന്നെ വെച്ചാല്. പക്ഷെ ഇവനാണെങ്കിൽ ഒറ്റക്കാലി ഇതിന്റെ പറഞ്ഞ അളിയാ ഒന്നും ചെയ്യരുത്, ഞാനിമ്മേ കളി ഓൾറെഡി വലിയൊരു പണിയായിരുന്നു. ഇവന്റെ കല്യാണ പെണ്ണ് കാണാൻ പോയി ഞാനും കൂടെയാണ്. ഞാനും കാർത്തിക്കും കൂടെ പെണ്ണ് കാണാൻ പോയി. പാർവതിയിൽ ഒരു 5-6 വെല്ലിച്ചന്മാരും കൊച്ചന്മാരും എല്ലാരും കൂടെ ഒരു 10-12 പേരുണ്ട്. വിറ്റെന്തെന്ന് അറിയാമോ, കാർത്തിക്കാണ് കാരണമായിരുന്നു. എന്നിട്ട് അറിയും പെണ്ണിനും ചെറുക്കനും വല്ല സംസാരിക്കാണ്. എനിക്ക് 23 വയസ്സ്. ആ സമയത്ത് വ്ളോഗ് വല്ലവരെ കണ്ടിരുന്നെങ്കിലേ. അന്ന് വ്ളോഗ് തുടങ്ങിയിട്ടേ ഉള്ളു. എന്തൊക്കെ കാണിച്ച് നീ ബലൂണിന്റെ അകത്ത് തലയിടുന്നു. അതിങ്ങനെ സ്റ്റാൻഡേർഡ് നമ്മൾ വയസ്സ് ഇത്ര ആയില്ല മതി. അപ്പൊ ബലൂണിന്റെ അകത്ത് തലയിടുന്ന വ്ളോഗുകള് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ടൈമായിരുന്നു അല്ലേ. അല്ല ഇതില് കാർത്തിക് എന്നിട്ട് ഈ അപ്പം മാമന്മാര് വെല്ലിച്ചന്മാര് എല്ലാരും 50-ന് മേലെയാണ് ഏജ് പറഞ്ഞത്. കാർത്തിക് ആണെങ്കിൽ അവിടെ നിന്നിട്ടൊരു ഞാനും പാർവതിയും കൂടെ പുറത്തിറങ്ങിപ്പോയി. കാർത്തിക്കാണ് ഇവരെല്ലാരുമായിട്ട് ഹാൻഡിൽ ചെയ്യണത്. ഞാൻ ആ അപ്പൂപ്പന്മാരുടെ അടുത്തൊക്കെ കാര്യം പറഞ്ഞോണ്ടിരുന്നു. എനിക്കാണെങ്കിൽ എന്തെങ്കിലും തേങ്ങ അറിയാമോ. ഞാനാണെങ്കിൽ പിന്നെ മോൻ എന്ത് ചെയ്യുന്നു, അപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബിലൊക്കെ വീഡിയോ ഇടും. യൂട്യൂബ് എന്താ യൂട്യൂബ് അല്ല, ഒരു അമേരിക്കൻ കമ്പനി ആവാ, അതിലാണ് ജോലി. ഓ അങ്ങനെയാണ് പറഞ്ഞു. അപ്പൊ പിന്നെ സെറ്റ് ആയില്ലേ. അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയില് ക്രിയേറ്റർ ആണ്. പക്ഷെ അന്നൊക്കെ അത് ഇറക്കും. പക്ഷെ ഇപ്പൊ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. നന്ദുവിന്റെ കല്യാണത്തിലെ മറ്റേ ഈ ചെരുപ്പ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കിച്ചുവിന്റെ കല്യാണത്തിനാണ്. അത് വേറൊരു പയ്യൻ. റോസിയുടെ കല്യാണത്തിനെല്ലാം ചെയ്തായിരുന്നു. റോസിയുടെ കല്യാണത്തിന് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കെല്ലാം കിട്ടി. അവന്റെ വേറെ ഗ്യാങ്ങിന്റെ സ്റ്റണ്ട് ഗ്യാങ്ങിനോട് ആണല്ലേ. പക്ഷെ വലിയ പണി നോർമൽ വ്ളോഗിംഗ് ഇല്ലായിരുന്നു. റോസിയുടെ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. പക്ഷെ ഈ പണിയുടെ ചരിത്രത്തിൽ മച്ചാന് നല്ലൊരു പണിയാണ് കിട്ടിയത്. അതെന്താ അറിയാവോടാ,
അതിന് മുന്നേ പണി തുടങ്ങി. പണി ഏറ്റവും തുടങ്ങി. ആദ്യം നീ ഇത് നീ തുടങ്ങുന്ന പറയുന്ന ഈ ഷവർമയില് ഞാൻ പേസ്റ്റ് തേച്ച് തന്നതിലാണ് നിനക്ക് ഈ പേസ്റ്റ് തേച്ച് തന്ന അതാണ് തുടങ്ങിയത്. അത് ഇതുമായിട്ട് കല്യാണമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല, അല്ല, കല്യാണം കണക്ട് ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ കല്യാണം ഇട്ടുണ്ട് എന്റെ ഭാര്യയുടെ പേര് മാറ്റിയിട്ട് സണ്ണി ലിയോൺ അടിച്ചു. അങ്ങനെ എന്നെ കൊണ്ടൊന്ന് പ്രാങ്ക് ചെയ്ത്. അതെ, അത് നീ ഉണ്ടായിരുന്നു അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. വൈപ്പർ ആയിരുന്നു അന്ന്. ഞാൻ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ വൈപ്പർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ കല്യാണ ലെറ്റർ ആയിരുന്നു. നീ അത് കാണുമ്പോൾ സണ്ണി ലിയോണ എന്നെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ചുമ്മാ ഒരു പ്രാങ്ക് പോലെയൊക്കെ ചെയ്തതാണ്. പക്ഷെ നീ അത് കല്യാണ ലെറ്റർ സണ്ണി ലിയോന്റെ കല്യാണ ലെറ്റർ അന്ന് വലുതായിട്ട് ഫ്ലക്സിൽ അടിച്ച് അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് ഫോട്ടോ വെച്ചതായിരുന്നു. അത് സത്യം പറഞ്ഞു. ഫോട്ടോ അത് കഴിഞ്ഞ് റിസപ്ഷനിൽ കൊണ്ടുവന്ന സ്നിഗ്നോച്ചി കോണ്ടം അത് പല്ലക്കിലൊക്കെ വെച്ച് ഞാൻ വിചാരിച്ച അതിൻ്റെ അകത്ത് സ്വർണ്ണമൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അവൻ ലാസ്റ്റ് എനിക്ക് സ്വർണ്ണം ഇവന്റെ എന്ത് കാണിച്ചു കൂട്ടിയാലും ഇവൻ എന്തെങ്കിലും ഒരു വീട് വെച്ച് തരും. അങ്ങനെയൊക്കെയാണ് ഇവൻ ചെയ്യാറുള്ളത്. പലർക്കും പാവപ്പെട്ട 5 പേര്, ചിലപ്പോൾ 5 പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവർ 5 പേരും കല്യാണം കഴിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പല്ലൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ച് പല്ലൊക്കെ നമ്മൾ ഭയങ്കര സന്തോഷമാവാം. എന്റെ കൂടെ വന്ന പിള്ളേരൊക്കെ കോണ്ട അടിച്ചു മാറ്റിക്കൊണ്ട് 17-18 വയസ്സായ ചെറുക്കനെ പോക്കറ്റ് ഞാൻ എനിക്കിന്ന് വേണമെന്നെല്ലാം പറഞ്ഞു ചേട്ടാ ഞാൻ നിർത്തിട്ടില്ല തൊപ്പിയൊക്കെ ഇങ്ങനെയൊക്കെ താഴെയൊക്കെ പെട്ടണം കോണ്ടൊക്കെ. അപ്പോൾ ഇവൻ ആ ഒരു പല്ലൊക്കെ തുറന്നപ്പോൾ കോണ്ടായിരുന്നു. അത് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് അന്ന് കുറേ കഷ്ടപ്പെട്ടു. പക്ഷെ ഇവൻ ആ റിസപ്ഷന് വന്നതും എൻ്റെ കല്യാണത്തിന് വന്നതും എൻ്റെ ഫാമിലി, എൻ്റെ ഭാനുവിൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഉമ്മയുടെ എൻ്റെ ഫാമിലി ആയാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറേയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ പോലും നമ്മുടെ സർക്കിൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. പിണക്കം അതൊന്നും നമ്മൾ നോക്കുന്നില്ല. പക്ഷെ ഇവൻ വന്നപ്പോഴാണ് അത് കളറായത്. അത് ഭയങ്കര ഒരു സംഭവമാണ്. അതൊരു വൈബായിരുന്നു. അത് എൻ്റെ അമ്മായപ്പൻ എൻജോയ് ചെയ്ത്, എൻ്റെ അച്ഛൻ. അതായത് ഒരു കല്യാണം ആ സമയത്ത് ഓൺ ആവണമെങ്കിൽ ഇവൻ വരുമ്പോ ഒരു എനർജി ആയിരുന്നു. ഞാൻ നമ്മള് ഇപ്പൊ കാർത്തിക് എന്റെ പണി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇവന്റെ കല്യാണം ഓൺ ആവേണ്ടത് മച്ചാന്റെ പണിയിലായിരിക്കണം. മച്ചാൻ അന്ന് മറ്റേ മേക്കപ്പ് ഇട്ടോണ്ടോ ഡ്രസ് ഇട്ടോണ്ടോ എന്ന സമയത്ത് മച്ചാന്റെ ബ്ലോഗിനകത്ത് പറയുന്നുണ്ടായിരുന്നു JCB കൊണ്ടുവന്ന് ഇവൻ മാന്തി കല്യാണം എടുത്തോണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ. കാരണം നീ അന്ന് JCBയിലാ കളി മൊത്തം. ഐഫോൺ മാന്തുന്നു, പൈസ ഇട്ട് വാങ്ങുന്നു. അപ്പൊ JCB ഒന്നെങ്കിൽ എന്നെ മാന്തി അങ്ങ് എടുത്തോണ്ട് പോവാ. ഇതൊക്കെയാണ് ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഇവൻ കല്യാണത്തിനൊന്ന് ചട്ടി വെച്ച് മറ്റേ ഹാരിസ് സമീർ അലിക്കല്ലേ ഇക്കാക്ക് വരാൻ ചട്ടി വെച്ചു. പുള്ളിയുടെ വിരലിൽ മാത്രമേ അത് ഇടാൻ പറ്റുള്ളൂ. ഇവൻ അത് വരെ അവിടെ വിറ്റ് ഒന്ന് പുള്ളി വാങ്ങിച്ചത് 10 രൂപ 5 രൂപയ്ക്കാണ്. പുള്ളി അത് തായ്ലൻഡിൽ ഇട്ട് കടലിൽ ഇറങ്ങി. നോക്കിയപ്പോ ആൾക്കാർ മച്ചാന്റെ തലയൊക്കെ ഒഴിവി കിടക്കണം വെള്ളത്തിൽ. അമ്മായച്ചനാണ് വിറ്റ് 500 രൂപയ്ക്ക് പറഞ്ഞ ചട്ടി 20 രൂപയ്ക്ക് വാങ്ങിച്ചോണ്ട്. എന്റെ അമ്മായപ്പൻ ശരണ്യരോടെ ഒക്കെ ഡാൻസ് കളിച്ചു. ഞാൻ പിന്നെ വീഡിയോ സൂം ചെയ്ത് അത് ഇത് സ്ലോ മോഷനൊക്കെ ഇട്ട് അടിച്ച് അത് കണ്ടുപിടിച്ച് ഞാൻ പിന്നെ അയച്ചു കൊടുത്തു. ഇത് അമ്മായപ്പൻ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുമെന്ന്. ശരണ്യായിട്ടൊക്കെ ഒരേ ഡാൻസ് അല്ല അന്ന് മനസ്സിലായില്ലായിരുന്നു. അത് മനസ്സിലായി. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ആരും ഒരു വയസ്സായ ആള് എന്റെ കൈ പിടിച്ചില്ല. പിന്നെ കല്യാണമല്ല ഞാൻ ഡാൻസ് കളിച്ചു. പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് ഞാൻ ഇപ്പം അച്ഛൻ്റെ അമ്മായിച്ചനെ ഞാൻ കല്യാണം വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഭാനു നല്ല എക്സൈറ്റഡ് ആണല്ലേ? ഷിഫിന്റെ വീട്ടിൽ അന്ന് ഇഫ്താർ വിരുന്നിന് പോയപ്പോഴത്തേക്കും മച്ചാൻ മറ്റേ ടീമിന് കൊട്ടേഷൻ എടുത്തില്ലേ ആരൊക്കെയാണ് കൂടെ ഉള്ളതെന്ന്? ഓ എന്റെ പൊന്നളിയാടാ എല്ലാം സന്ദീപ് മാത്രമുണ്ട് എന്റെ കൂടെ. സന്ദീപ് എന്തുകൊണ്ടോ ഞാൻ ഇപ്പോഴും വന്നിട്ട് അവനെ ട്രാക്കിലാക്കാൻ നോക്കി. ഞാൻ ഒരു 50,000 അക്കൗണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ പല വാഗ്ദാനങ്ങളും കൊടുത്തു. ഞാൻ പറഞ്ഞു എന്നെ തരാം എന്ന് പറഞ്ഞപ്പോ അവൻ വേണ്ട. ഞാൻ അങ്ങനെയൊക്കെ സ്നേഹം ഞാൻ നിനക്ക് അവൻ ഞാൻ പറഞ്ഞു 5 എണ്ണം നിനക്ക് നീ ഒരെണ്ണം നിനക്ക് ഇത് തളരുമ്പോ നിനക്ക് അടുത്ത് കെട്ടിച്ചിടാം. ഇല്ല 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 പുള്ളി അവൻ കോമാ സ്റ്റേജിൽ കിടന്നാലും ഇല്ല 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 അച്ഛ. അവന്റെ വായിൽ ആദ്യം പറഞ്ഞ അച്ഛനാണ് കാർത്തികിന്റെ അച്ഛ അച്ഛൻ ഇതാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവനിതോ ഇപ്പൊ ഈ ഇരുട്ടത്ത് കൊണ്ടുവന്ന് ഞാൻ ഒതുക്കി ഉയർത്തിട്ട് മറുപടി നീ എന്റെ കൂടെ അച്ഛൻ എന്നെ കൊണ്ട് നടക്കൂല. കമന്റ് കണ്ട് കാർത്തികിന്റെ അച്ഛനോട് മഞ്ഞിട്ടിരുന്നെങ്കിൽ രസമായിരുന്നു. പക്ഷെ ഇപ്പൊ വീഡിയോ കണ്ടു കണ്ട് കാർത്തികിന്റെ അച്ഛൻ്റെ അടുത്ത് പറയാ എനിക്ക് കമന്റ് ഇടാൻ പേടിയാണ്.
അതാണ് പവർ ആ മനുഷ്യന്റെ. ഡേയ് ഞാൻ വെള്ളയും അല്ല മച്ചാൻ കഴിച്ചിട്ട് ഇത് പുറത്തുവരാനുള്ള പോഡ്കാസ്റ്റ് ആണല്ലോ. അച്ഛൻ എനിക്ക് ചില വീഡിയോയിലെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ പഠിച്ചു ചെയ്യണം. അച്ഛൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒരെണ്ണം പറയുന്നുണ്ടായിരുന്നു, ഞാൻ വെള്ളയും ഇട്ടുകൊണ്ടേ വരുള്ളൂ, എന്നെ വേണമെങ്കിൽ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും, ഒരു ഷോൾ ഇടും ഞാൻ ഓറഞ്ച്. ഞാൻ പുള്ളിയോട് യോജിച്ചു കഴിഞ്ഞ് ഞാൻ ആ വീഡിയോയിൽ പുള്ളിയുടെ കൂടെയാണ് കിട്ടോ. കാരണം ഈ വീഡിയോ കാണുമ്പോൾ പുള്ളിയുടെ പവർ മൊത്തം നമുക്ക് കയറാണ്. നമ്മള് അച്ഛൻ്റെ കൂടെ എന്തെങ്കിലും പറഞ്ഞു നമ്മളെ എടാ കാർത്തികേ പറയടാ, അപ്പൊ അച്ഛൻ എന്ത് വേണമെങ്കിലും ഇട്ടോളൂ. അത് അവിടെ അല്ലെങ്കിൽ അടുത്ത സംസാരം ആയനെന്നാണ് നമ്മളുടെ മൈൻഡിൽ കൂടെ പോകുന്ന തോട്ട്. പിന്നെ എന്റെ മൈൻഡിന് എനിക്ക് ഈ ഓറഞ്ച് ഡ്രസ് ഒന്നും കിട്ടും. ഈ ഇന്നലെ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ റസ്റ്റഡ് ഓറഞ്ച്, ഈ റസ്റ്റഡ് ഓറഞ്ച് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അത് എന്റെ അടുത്താണ് ചോദിക്കാനുള്ളത്, പാടാണ്. സാധനമൊക്കെ കണ്ടുപിടിച്ചത് ശരിക്കും 2 ആഴ്ച എടുത്ത് രണ്ട് മഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അവളുമാരെല്ലാം മഞ്ഞയിട്ട് ഞങ്ങള് അത് കിട്ടണ്ടേ റസ്റ്റഡ്. എന്നെ വീഡിയോ കണ്ടിട്ടേ മച്ചാൻ വിളിക്കുകയാണ്, നന്ദു ഡ്രസ്സൊക്കെ എടുത്താ? ഇല്ല മച്ചാനെ, ഞങ്ങളൊന്ന് കടയിൽ നിൽക്കണേ ഉള്ളൂ കേട്ടോ. കാര്യം പരിപാടിക്ക് 1 മണിക്കൂർ മുമ്പ് മച്ചാൻ വിളിക്കുകയാണ്. അപ്പോഴും നമ്മൾ തുണി എടുത്തോണ്ടിരിക്കുന്നത്. വിളിച്ചെന്ന് പറഞ്ഞില്ല, അപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ശരിക്കും എൻ്റെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഓറഞ്ച് കൊണ്ടുവരാൻ എനിക്ക് പറ്റുള്ളൂ. ഞാൻ അങ്ങനെ 1 കിലോ ഓറഞ്ച് വാങ്ങിച്ചോണ്ടെന്ന് ഞാൻ ഇങ്ങനെ കവർ ഓറഞ്ച് പിടിച്ചോണ്ട് എന്റെ മൈൻഡിൽ അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് എനിക്ക് ഓറഞ്ച് കിട്ടില്ല, എനിക്ക് മറ്റേ കഴിക്കുന്ന ഓറഞ്ച് വാങ്ങിച്ചോണ്ട് സ്റ്റാൻഡേർഡ് കളർ ആക്കണം മഞ്ഞ. പക്ഷെ മറ്റേ ഡ്രസ് അടിപൊളിയായിരുന്നു, ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ നാക്ക് എന്ത് വെളി കിടന്നു, ഇവിടെ ഒരു നാക്ക് വെളി അവിടെ തച്ചു കൊണ്ടുവന്നല്ലേ, ബാക്കി തയ്ക്കാൻ പറ്റില്ല. കഴുത്തിന്റെ അളവെടുത്തത് ശരിയല്ലെന്ന് തോന്നി. ഇവിടെ കൊണ്ട് ഇങ്ങനെ വെക്കുന്ന സാധനമായിരുന്നേ. അപ്പോഴത്തേക്ക് ഇത് ഇട്ടപ്പോ ഇറവി അങ്ങനെ ഞാൻ ഊരിട്ടതായിരുന്നു. ഇങ്ങനെ കിടന്നു. അവന് അത് മാത്രമേ ഒരു കുറവായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയൊന്നും ഈ കളർ സെലക്ട് ചെയ്തപ്പോ പിള്ളേർക്ക് ഭീകര അഭിപ്രായം. അവരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യട്ടാ. അതെ, ഇതെല്ലാം ചരക്കെന്നാണ് പറഞ്ഞത് ചേട്ടാ. അങ്ങനെ മച്ചാനെ വേറെ വഴിക്കാതെ വർഷയ്ക്ക് കൊടുത്തിട്ടാണ് വന്നത്. അല്ല, അത് മൊത്തം ഇപ്പൊ മറ്റേ മഞ്ഞയായി. ഇനി അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഭാഗ്യം. ഇവന്റെ ഈ ഡ്രസ്സിങ് കോൺസെപ്റ്റ് ഒക്കെ മാറുന്നത് ശരണ്യൊക്കെ കൊണ്ടുപോയി കുറെ സെലക്ട് ഒക്കെ ചെയ്തു. നല്ല ഡ്രസ്സുകളാണ്, നല്ല. ഞാൻ വിചാരിച്ചു ശരണ്യക്ക് പോലും മനസ്സിലാവുന്നില്ലല്ലോ ഈ ഒരു കൂടെ നടന്നിട്ട് ഇങ്ങനെ. എന്നിട്ട് ശരണ്യ ഈ ഡ്രസ്സ് വന്നിട്ട് തിരിഞ്ഞു നിന്ന് ചിരിക്കായിരുന്നു ഇട്ട് വന്നിട്ട്. അപ്പൊ ശരണ്യയുടെ ഹസ്ബൻഡ് ആണ് അടിപൊളി. അപ്പൊ ശരണ്യയുടെ ചേട്ടൻ സൂപ്പർ. അവരൊന്നും മുഖം ശ്രദ്ധിച്ചില്ലല്ലോ, ബ്ലോഗിൽ കാണിക്കണായിരുന്നു സൂപ്പർ സാധനമായിരിക്കും വരുന്നത്. പക്ഷെ അവരുടെ മുഖമൊന്നും കാണിക്കാതാണ് നീ ബ്ലോഗ് എടുത്തത്. അയ്യോ അച്ഛന് ഓട്ടപ്പാച്ചിലായിരുന്നു. നമുക്ക് ഒരു ദിവസം ഈവനിങ് കൊണ്ട് അവളത് സെറ്റാക്കി അടിപൊളിയാക്കി പിന്നെ മഴവിൽ കൊടുത്ത് അത് റാണി പിങ്ക്. മച്ചാനെ റാണി പിങ്കിൽ ഒരു ജുബ്ബ എടുത്ത് വെച്ചാൽ കാണിച്ചെന്താണ്. അല്ല അത് കിട്ടൂല, ആമ്പിള്ളേർ അങ്ങനത്തെ കളർ ഇടൂലല്ലോ. റാണി പിങ്കിൽ ഒരു കുർത്ത നീ എന്നാ എടുത്ത് കാണിച്ചാണ്? ഞാൻ നിനക്ക് കുർത്ത ഞാൻ പോണ് വേറെ എന്തെങ്കിലും കൊടുക്കണേ. അവന്റെ ലക്ഷ്യം ഈ കുർത്ത ആരെങ്കിലും തലയിൽ വെച്ചു, ഇതാണ് ഈ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അയ്യോ ഓക്കെ. അപ്പൊ എന്തായാലും അച്ഛനെ ഇത് കല്യാണം കഴിക്കുന്നത് എനിക്ക് മോട്ടിവേഷൻ തരാനായിട്ടുള്ള എല്ലാരെയും പിടിച്ചിരുത്തിയത്. നിനക്ക് എന്താണ് മോട്ടിവേഷൻ തരേണ്ടത്? ഏതിലാണ് നിനക്ക് മോട്ടിവേഷൻ? കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും പറയട്ടടാ. കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളെ ലൈഫ് ഒരുപാട് മാറുമെന്നൊക്കെ. ഒരുപാട് മാറും. ടിഷ്യൂ പേപ്പർ വേണം. ഇതൊരു ഇഷ്യൂ ആക്കാനല്ല ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെയായിരിക്കും മാറുക? നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അല്ല നമുക്ക് ഉള്ളത് പറയണോ അതോ ചുമ്മാ ഇവിടെ പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ മച്ചാനാണ്. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റൂല. ഞാൻ വിചാരിച്ചു അവിടെ മൊമെന്റ് അടുക്കി വെച്ചേക്കണം. ഭാര്യമാര് നിരത്തിരിക്കുകയാണ് അവിടെ, മനസ്സിലായില്ലേ? ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ അവാർഡ് നിരത്തി വെച്ചേക്കാണ്. കാർത്തിക് സൂര്യക്ക് കിട്ടിയ അവാർഡുകളാണ്. അതിപ്പോഴാണ് മനസ്സിലായത്. അത് ഇവരുടെയൊക്കെ അവാർഡുകളാണ്. ഞങ്ങൾ ലോക്കാണ്. മനപ്പുറത്തരത്തിന് ടെസ്റ്റ് ചെയ്ത് നന്ദുവിനും പാറുവിനും 3 പൊരുത്തം പൊളിച്ച്. ഇന്നലെ അവൻ പൂജ എടുത്തതാണ്, ഞങ്ങൾ 3 വാങ്ങിച്ചു. ഇല്ല, കല്യാണം എന്ന് പറയുന്നത് ഒരു എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്കൊരു താങ്ങും തണലും വരുന്ന ഒരു സംഭവമാണ് കല്യാണം എന്ന് പറയുന്നത്. അതിപ്പം നമ്മുടെ പാർട്ട്ണർ
അവർ ഭയങ്കര ഒരു 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 അറ്റാച്ച്ഡ് ആവും നമ്മൾ അവരുമായിട്ട്. പിന്നെ ചില കാര്യങ്ങൾ അതെല്ലാവരുടെയും ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. ചില കാര്യങ്ങൾ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ ഉണ്ടാവാറില്ല, ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. നന്ദു ഒക്കെ എത്തി വരും നോക്കുന്നത്, ഡേ ഇന്നും കൂടെ പിണങ്ങിയിട്ട് വന്നിരിക്കുന്നു, ഇങ്ങനെയൊക്കെ വേണം. അയ്യോ അയ്യോ ഇന്ന് പ്രസവിക്കും. ഞാൻ ഇത് രണ്ടോട്ടം ചോദിച്ചത്. സത്യം കേട്ടോ, അതല്ല കൊച്ചിനെ കൈക്കൊണ്ട കൺഗ്രാജുലേഷൻ. മച്ചാനെ, നാളെ രാവിലെ ഇവിടെ കാറ്ററിംഗ് ആൾ വന്നിട്ട് നന്ദു വിളിച്ചിട്ട് നന്ദുചേട്ടാ ഫുഡ് വന്ന് ഞാൻ ആശുപത്രിയിലാണ്. ഞാൻ പറയുന്നത് പാർവതി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മൊമെന്റിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പാർവതിയും നന്ദു. കാരണം അല്ല 9ാമത്തെ മാസം മാറും, ഉറക്കമൊന്നും ഇല്ലാതാവും. നീ പ്രസവിച്ച് കഴിയുമ്പോഴാണ് അനുഭവിക്കുന്നത്. അറിയത്തില്ല, എനിക്കിപ്പോഴേ ഉറക്കമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ വരും. ഇപ്പം നീ ഇപ്പം ഫാമിലി ആയിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്ത് നടക്കുന്ന ടൈമാണ്. ഇവിടെ നിന്ന് നീ അവിടെ ഓടുന്നു, ഇവിടെ ഓടി വന്ന് കാർത്തിക്ക്, പിന്നെ അച്ഛൻ്റെ മുഖം, ഇതൊക്കെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നീ പോകുന്നത്. എനിക്കറിയാം അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. പക്ഷെ ഇത് ഞാൻ പറയുന്നത് കെയറിങ്, നമ്മളെ സ്നേഹിക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ മറന്നു. പക്ഷെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ സ്വാഭാവികം. അത് എല്ലാവർക്കും ഇത് കാണുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ സ്നേഹമുള്ളടത്തേ ഉണ്ടാവത്തുള്ളൂ. ഉറപ്പായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ സംസാരത്തിൽ ഉണ്ടാവാറുണ്ട്. വഴക്കുണ്ടാകുന്ന എപ്പോഴും അതെ. സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ തെറ്റുകൾ. പക്ഷെ ആ പിണക്കം വീണ്ടും നമ്മൾ സംസാരിച്ച് തീർത്ത് വീണ്ടും ആ ഒരു സന്തോഷത്തിൽ പോകുമ്പോൾ മരപ്പെട്ടിയാണോ മരപ്പെട്ടിയല്ല, പുറത്തെന്തോ എടുത്തുകൊണ്ടിട്ടതാണ്. അച്ഛൻ പോഡ്കാസ്റ്റ് നിർത്താൻ വേണ്ടിട്ട് ശബ്ദം ഉണ്ടാക്കി. അവനോടൊന്ന് പറ, അവിടെ ഷീറ്റ് അടിച്ച് നിർത്താൻ പറ മോനെ. അപ്പൊ സന്ദീപ് അവിടെ ചത്തി കിടക്കുന്നു. എനിക്ക് അച്ഛ അപ്പൊ അതാ നീ എന്താ പല്ല് തേച്ച് കാണിക്കണം. ഞാൻ ചാവാതായ, എനിക്ക് ഈ ടെൻഷൻ്റെ ഇടയിൽ ജീവിക്കാൻ പറ്റില്ല. ചിലപ്പോ അതൊന്നും ആയിരിക്കില്ല. മച്ചാൻ പറഞ്ഞല്ലേ ഈ കല്യാണത്തെ പറ്റിയൊക്കെ, കല്യാണം കഴിച്ച വേറെ ആരോടോ അവന്റെ വടുക്കത്തൊരു. അയ്യോ എടാ, ഇപ്പൊ നീ പ്രഗ്നൻസിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അവരൊന്നിച്ചാണല്ലോ പോണത്. എനിക്ക് തോന്നുന്നു പാർവതി പ്രസവിക്കുമ്പോ അവൻ പ്രസവിക്കും. നിന്റെ പ്രകൃതിക്ക് സുഖം. എടാ, മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടോടാ? ഇന്നലെ രാത്രി നിനക്ക് ഞാൻ ഭയങ്കര കെയറിങ് ആണ്. അല്ല, ഉറപ്പായിട്ട് പാർവതി, ഞാൻ പറയാം, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവളുടെ ഈ ഉണ്ടക്കണ്ണുകാരനോട് സ്കൂളിലൂടെ വിളിച്ചോണ്ടിരുന്നു. കണ്ണൊക്കെ പേടിച്ചു പോകും നമ്മള്. ഞാൻ വരെ വാടച്ചു. ആണ് മക്കളെ, ആണ്. നീ പാവമാണ്, നീ പാവമാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ഇപ്പം നന്ദു എന്ത് പറഞ്ഞാലും എന്താവശ്യപ്പെട്ടാലും നേരത്തെ തന്നെ കണ്ട് ബെറ്റർ അല്ലേ ഈ പ്രസവിക്കുന്ന ഈ ഒരു ടൈമില് ഇങ്ങനെ നോക്കുമ്പോ? ഇപ്പൊ കാർത്തികിന്റെ കൂടെയാണ് വിളിച്ച ഓടി വരും. പറഞ്ഞു അല്ല വേണ്ട, ഇതൊക്കെ വീട്ടിൽ പോകുമ്പോ ഒരു ഫ്രഞ്ചിൽ തീരാവുന്ന സന്തോഷം. ഈ ചെമറിലായിരിക്കും രാത്രി ഇരുട്ടോ. നിന്റെ ചുണ്ട് ഭയങ്കര കട്ടിയാണല്ലോ. അവള് തല പിടിച്ച് വരയ്ക്കും. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരുത്തനാണ് നന്ദു. അവൻ രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ ഇന്നിപ്പം കടലക്കറിയുടെ കാര്യം പറഞ്ഞ് ഇവിടെ നിന്ന് വിളി വന്നു, മനസ്സിലായി. അല്ലെങ്കിൽ കടയിൽ നിന്ന് വിളി വരും. എന്നിട്ട് ഉറങ്ങണ വരെ ഇവ ഇങ്ങനെയാണ്. ഇവനെ എപ്പോ ഉറങ്ങണമെന്ന് എനിക്കറിയാം. പക്ഷെ ഇവനെ എനിക്കിപ്പം കാണുമ്പോ തോന്നുന്നത് ഈ കടയിലൊക്കെ വെള്ളത്തിന്റെ അകത്തിട്ടേക്ക് നാരങ്ങ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ റോഡി എടുത്തെറിയും, അത് ലോറിയിൽ ആ സാധനമാണ്. ഇവ ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അല്ലെ, പിഴിഞ്ഞ് ഇല്ലാതായി. അവൻ നല്ല ക്ഷീണം. എടാ, ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ട്രിപ്പ് അടിക്കാം. ഇന്നലെ അപ്പൊ ഇതുകൊണ്ടൊന്നും തീർന്നു. കല്യാണം കഴിയാൻ വേണ്ടി നോക്കി അങ്ങനെയെങ്കിലും ഇവരെ കിട്ടുമല്ലെന്ന്. ഇവന്റെ കല്യാണം നടക്കാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് അറിയോ? ഞാൻ എന്റെ ഭാര്യ എന്നേ പറയൂ. അവളെ നല്ല പ്രാർത്ഥനയോ അമ്പലത്തിൽ പോയാലും പറയായിരിക്കും, ദൈവമേ ഇങ്ങനെ എങ്ങനെയെങ്കിലും കെട്ടിച്ചുവിടെ.
ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരുമായിട്ടൊക്കെ എപ്പോഴും ഞാൻ കറങ്ങാം. അപ്പോൾ ബാനുവിന് ചില സമയം സംശയം വരും, ഈ ഞാൻ ഭാര്യയെക്കാട്ടും കൂടെ നടക്കുന്ന ഞാൻ അവന്മാരെ കൂടെ നോട്ട് ദ പോയിന്റ്. നോട്ട് ചെയ്യുന്നു ബാക്കി പറയാം. എല്ലാം തരാന്ന് പറയുന്നത് മച്ചാനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ കല്യാണത്തിന് മുന്നേ നിന്റെ കൂടെ അവൻ നടക്കാണ്, അവൻ എങ്ങനെയെങ്കിലും വെറുതെ ഒന്ന് വിട്ടുകൊടുക്കണം, മനസ്സിലായില്ലേ? അത് വിട്ടുകൊടുക്കോടാ, അവൻ കല്യാണം കഴിയല്ലേ, ഇനി ഇവൻ കുറെ കാര്യങ്ങൾ പഠിക്കും അവൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടു. ഉറപ്പായിട്ട്. ഇനി നമുക്ക് ഇവനെ കിട്ടില്ല, നോക്കിക്കോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് എൻ്റെ ഒപ്പീനിയനിൽ എൻ്റെത് ഇപ്പം കല്യാണത്തിന് മുമ്പുള്ളക്കാട്ടി ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കല്യാണം ശേഷമുള്ള ഒരു ഇതാണ്. ആണല്ലേ? സീരിയസ് ആയിട്ട് പറഞ്ഞു. നല്ല രസമുള്ള അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല, അതായത് കാർത്തികിനെ അറിയാം കറക്റ്റായിട്ട്. ഞങ്ങൾ റിലേഷൻ, ഞാൻ എപ്പോഴും പണ്ടോട്ടെ ഞാൻ ഇപ്പോഴല്ല എന്താണ്, ഞാൻ റിലേഷനുള്ള സമയത്ത് ഒട്ടും ടൈം അങ്ങനെ ഓൾറെഡി കൊടുക്കുന്ന ഒരാളല്ലായിരുന്നു. അത് കാർത്തിക് പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്, ടൈം കൊടുക്കണം, ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഒരാളല്ല. കല്യാണത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഫുൾ ടൈം ഫ്രണ്ട്സ്, ഗെയിമിങ്, എൻ്റെ ഷെഡ്യൂൾ ഞാൻ മാറ്റാറില്ല. ഞാൻ ഉറങ്ങുന്നത് രാവിലെയും ഗെയിം ചെയ്യുന്നത് രാത്രിയായിരുന്നു. അപ്പം ഒട്ടും ടൈം കൊടുത്തിട്ടില്ല. അതിൻ്റെ കുറേ ഇഷ്യൂസ് ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വൻ അടികളുണ്ടായിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് വരെ ഈവൻ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഈ കല്യാണം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഡിവോഴ്സ് ആവും, അല്ലെങ്കിൽ ഒരു 6 മാസം പോലും പോകത്തില്ല എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം അടികൾ, കോൺഫ്ലിക്ട്സ്, രണ്ടുപേരുടെയും കോൺസെപ്റ്റിലുള്ള വ്യത്യാസം. അവൾക്ക് രാവിലെ എഴുന്നേറ്റ് അവൾ ബൊട്ടീക്കായിട്ട് പോകുന്നു, വൈകുന്നേരം അവൾ വരുന്നു, അവൾ ടയർഡായിട്ട് വരുന്ന സമയത്ത് എന്നെ കിട്ടത്തില്ല, ഞാനപ്പോൾ ലൈവും ഗെയിമും അങ്ങനെ ആയിരുന്നു. പക്ഷേ കല്യാണം അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു കല്യാണം കഴിയുമ്പോഴത്തേക്ക് ലൈക്ക് എൻ്റെ ചേഞ്ച് എനിക്ക് അറിയായിരുന്നു. ഒബ്വിയസ്ലി ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം എങ്ങനെ ആയിരിക്കും എനിക്ക് നല്ലൊരു ബോധം എനിക്കുണ്ടായിരുന്നു. സീരിയസ്ലി എന്തോ അവിടെ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഒരു അച്ഛനായ ശേഷം ഞാൻ എന്നെ പറ്റി പറയാൻ എനിക്ക് പറയണ്ട, എനിക്ക് കള്ളായിരുന്നു തന്നെ പറഞ്ഞു. ഞാനൊരു എങ്ങനെ ഒരു അച്ഛനായിരിക്കും എനിക്കുണ്ടോ, എനിക്ക് ഉറപ്പായിട്ട് എനിക്കുണ്ട്. അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെ അവളോട് ചോദിച്ചാൽ അവള് പറഞ്ഞു തരും. കല്യാണം മുമ്പുള്ള ഞാനായിരുന്നു ഇപ്പോഴാണ് ബെറ്റർ എന്ന് വെച്ചാൽ അവൾ അതും പറഞ്ഞു തരും. ഏതാ മക്കളെ ബെറ്റർ? കല്യാണത്തിന് ശേഷം ഒബ്വിയസ്ലി. അപ്പൊ വടിവാണ്. അല്ല പക്ഷേ ഇത് ഡിപ്പെൻഡ് സൈഡിൽ കൊച്ചും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ട്രിവാൻഡ്രത്ത് കാല് കുത്തണത് വരെ, അല്ലേ മക്കളെ? ട്രിവാൻഡ്രത്ത് എന്ന് കാല് കുത്തണ അന്ന് പിന്നെ പഴയ പോലെ. അതെനിക്ക് മനസ്സിലാവാത്ത എന്റെ പൊന്നുമായി വെച്ചാനെ അവിടെ ചെല്ലുമ്പോ വേറൊരു കണ്ണായി. ട്രിവാൻഡ്രത്തേക്ക് വരണമെന്ന് വലിയ ആഗ്രഹമില്ല, ഞാനായിരിക്കും പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നത്. വരാനും വലിയ താല്പര്യമില്ല. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം, എനിക്ക് കൊച്ചിയിൽ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ഞാൻ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാറില്ല കൊച്ചിയിൽ. പക്ഷെ എനിക്ക് ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ വരുവാണ്. ഇപ്പൊ ഇവള് വീട്ടിലായിരുന്നെങ്കിലും ഞാൻ അവളെ വിളിച്ചെന്ന് വരത്തില്ല. കാരണം ഞാൻ ഫ്രണ്ട്സുമായിട്ട് വല്ലപ്പോഴാണ് കാണുന്നത്. എനിക്കത് ക്വാളിറ്റി ടൈമാണ്. ഞാനിപ്പോൾ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, അത് എൻ്റെ ഒരു ക്വാളിറ്റി ടൈമാണ്. അപ്പം ഞാൻ ഇവനോട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ പോയി അവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കത്തില്ല. ഞാൻ അങ്ങനെ ക്യാരക്ടറല്ല, എനിക്ക് പറ്റത്തില്ല, ഞാനത് ശ്രദ്ധിക്കത്തില്ല, ഫോൺ എടുക്കത്തില്ല. ഞാൻ അവൾ വിളിച്ചാൽ അറിഞ്ഞെന്ന് വരത്തില്ല. പിന്നെ ആരെങ്കിലും വിളിക്കുന്നത് ഞാൻ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് തിരക്കാണ്. അപ്പോൾ അവൾ ചോദിക്കും ഇത്രയും നേരമായിട്ട് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ ഇവളിപ്പോൾ വീട്ടിലാണെങ്കിലും ഞാൻ അങ്ങനെ ആയിരിക്കും. ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളാണ്. ഇപ്പം വിഷ്ണുവിനെ കാണാൻ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവനോട് സംസാരിച്ച സമയത്ത് ഞാൻ അവനടുത്ത് സംസാരിച്ചിരുന്നു. നന്ദുവിനെ കണ്ടു കഴിഞ്ഞാൽ അവനോട് സംസാരിച്ചിരിക്കും. അച്ഛനെ കണ്ട ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. അത് ട്രിവാൻഡ്രത്ത് വരുമ്പം എപ്പോഴും ഞാൻ തന്നെയാണ്. എനിക്ക് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ വ്യത്യാസം എന്താണ്? അല്ല, എനിക്ക് അതിൽ തെറ്റ് കാണുന്നില്ല. അവൻ പറയുന്നില്ല, അവൻ പറയുന്ന ന്യായമായിരിക്കും. ഈ പറഞ്ഞതാണ് ശരിക്കും. കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ചായ കുടിക്കാൻ ഇറങ്ങണേ പോലും വാ നീ വാ ഒരു സ്ഥലത്ത് വണ്ടി ഓടിക്കാനുള്ളതുണ്ടല്ലോ. വണ്ടി അതൊക്കെ പഠിച്ചോ? ഇപ്പൊ പഠിച്ചു. അല്ല അതുകൊണ്ടല്ല ബൈക്ക് ഉണ്ടപ്പോ ഞാൻ കൂടെ വേണം. എവിടെ ഇറങ്ങണം എന്ന് ജംഗ്ഷനിൽ പോണെങ്കിൽ ഞാൻ വേണം. തിരിഞ്ഞ് നീ എവിടെ എന്നൊക്കെ അല്ല ഇവിടെ ആക്ച്വലി പോലും ഫോൺ വിളിച്ചാൽ പോലും എടുക്കൂല. എടുത്താൽ തന്നെ ഞാൻ വിളിക്കാം ഞാൻ തിരക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് ഞാൻ കാര്യമുണ്ട്. ഞാനൊരു വർഷത്തില് ഞാനൊരു വർഷത്തില് ഒരു 345 ദിവസം 65 ദിവസം ഞാൻ അവളുടെ കൂടെ ആയിരിക്കും. പോയിട്ടുള്ള 20 ദിവസമായിരിക്കും ഞാൻ അല്ലാതെ പോകുന്നത്. ആ 20 ദിവസം ഞാൻ എന്റെ ഫ്രണ്ട്സ് ഫ്രീഡം ആഗ്രഹിക്കുന്നു. ഫ്രീഡം ആയിരുന്നല്ലേ പറഞ്ഞ ഞാൻ ആ സമയത്ത് കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഞാൻ ഒരു സിമ്പിൾ ഞാനിപ്പോ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു. അച്ഛനെ കാണാൻ ഒരു 1 ഇയർ ഒരു 1 ഡേ വരുന്നത്. ഞാൻ കെട്ടിപ്പിടിച്ചെടുത്ത് നമ്മളുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോകും. ഉറപ്പായിട്ട് ഞാൻ ആ സമയത്ത് ഏവക്ക് മെസ്സേജ് വിളിച്ചോണ്ടിരിക്കുക ചെയ്താൽ അച്ഛൻ വിചാരിക്കും വന്നിട്ട് പിന്നെ എന്തിനു വേണ്ടി വിളിച്ചോണ്ടിരിക്കാന്ന് ഇവിടെ നമ്മളിപ്പോ ഒരു നൈറ്റ് ഒരു ഗെറ്റ് കൂതണം കൂടെന്ന് വെച്ചോ. ഞാൻ നീ നമ്മളെല്ലാം ഇന്ന് രാത്രി വെച്ചോ നിന്റെ ഒരു പാർട്ടി. ഞാൻ ആ സമയത്ത് ഫോൺ എടുത്തിട്ട്
അവർക്ക് മെസ്സേജ് വിളിച്ചുകൊണ്ട് തന്നെ അല്ല മോനെ ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ പോട്ടെ, നിനക്കൊരു 5 മിനിറ്റ് തരാം, നീ സംസാരിച്ച് തിരിച്ചു വരൂലേ? ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ അത് എനിക്ക് താല്പര്യമില്ല. ആ 5 സെക്കൻഡാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തിരക്കാണ് വിളിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് അപ്പുറം അത്രയും പ്രഷർ വരുന്നുണ്ടോ? അതായത് എന്താ ഫോൺ എടുക്ക, എവിടെ മാക്കാനാ ഇയാളെ മാക്കാൻ കുറെ നേരമല്ല, അങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ടോ? മച്ചാനൊട്ടും ഇഷ്ടമല്ല. അതിൽ ഞാൻ പറയണ ആരായാലും അങ്ങനത്തെ ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. എന്റെ കോൺസെപ്റ്റിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞുള്ള എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. കൂടുതൽ പറയുന്നില്ല, വിളിച്ചിട്ട് എന്താണ് അത് സംസാരിക്കുന്നത്? പറയില്ല, അത് പറയില്ല. വാട് വയ്ക്കും. പിന്നെ ഇവ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു മനുഷ്യനാണ്. ഈ ഇതില് മാത്രമല്ല, അവിടെ തക്കുട് വാവയാണ്. അവിടെ തക്കുട് വാവയാണ് ശരിക്കുള്ള. അവിടെ ഉള്ള കണ്ണനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ആലിലെ കണ്ണൻ. തന്നെയാണോ എന്റെ കൂടെ ആ പഠിച്ചത്? കാര്യത്തിൽ ഞാൻ ഷോക്കായി പോയി കേട്ടോ. മച്ചന് യവൻ പിപിയുടെ അടുത്ത് പറഞ്ഞെന്ന് യവൻ ഇത്രയും കാലമായിട്ട് എന്തിനെന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. ഞാൻ അങ്ങനല്ല, ഞാൻ എന്തെന്ന് വേർഡ് യൂസ് ചെയ്യുന്ന വളരെ കുറവാണ്. റെയർലി യൂസ് ചെയ്തതാണ്. അല്ല, അത് പക്ഷേ അവള് അല്ലല്ല, ഞാൻ ഉപയോഗിക്കാറില്ല. use ചെയ്തതിന് PP വഴക്കുറയും. അങ്ങനല്ല, അതിന്റെ കാര്യം പറഞ്ഞു. അവളൊന്ന് പറഞ്ഞു വിട്ടു. എന്തെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് എന്നെ ചീത്ത പറയാൻ എന്റെ കൂട്ടത്തില് ചുറ്റുമുള്ളവരുടെ അടുത്ത് പറയേ ഇവള് എന്റെ പഠിച്ചല്ലോട്ടെ ഈ തിരുവനന്തപുരം ഭാഷ. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് എവളുടെ ഫ്രണ്ട് ഉണ്ട്, എവളുടെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ച് വരുമ്പോഴത്തേക്ക് മൊത്തം ലൈക്ക് നമ്മുടെ ഒരു നമ്മളെ രാജമാണിക്യത്തിലെ സുരാജ് ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ ആയിരിക്കും. രാജമാണിക്യത്തിലെ സുരാജ് മമ്മൂട്ടി. പഠിച്ചു കൊടുത്തത്. അപ്പൊ ആ ലൈൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പം ഇവളിത് സംസാരിക്കുമ്പം പൊതുവെ ആ ഒരു സ്ലാങ് എന്ന് പറഞ്ഞാൽ പലരും കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഓക്വേർഡ് അല്ല, ഒരു ഓഡ് വേർഡിങ് ആണ് പൊതുവെ. ഞാനത് അങ്ങനെ ഉപയോഗിക്കുന്ന കുറവാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ ഇവളുടെ ഫാമിലിയാണ് എല്ലാവരും ഇരിക്കുന്നത്, എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഇത് പറയുന്നത് വെച്ച് ഇവിടെ പഠിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറയും കുഴപ്പം ഞാനല്ലല്ലോ പറയുന്നത്, ഞാനത് പറയാറില്ല. ആര് പറഞ്ഞിട്ട് പഠിച്ചെങ്കിൽ അവള് പറയണേൽ കുഴപ്പമില്ലല്ലോ. ഞാൻ ഇതുപോലെ എന്തോ ഒരു വാക്ക് പറഞ്ഞു, എന്ത് വാക്കായിരുന്നാണ് എന്നിട്ട് നീ പറഞ്ഞു കാർത്തിച്ചേണ്ടേന്ന് പഠിച്ചത്. കാവറക്കി കാവർക്കിന്ന് ഞാൻ പറഞ്ഞു. അല്ല, അത് ഈ പണ്ട് എവിടെ ഏട്ടപ്പേരായിരുന്നു. കാവറക്കി ശരിക്കും ഇവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവരുടെ വീട്ടിലെ പ്രശ്നം ലാംഗ്വേജ് പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ല. ഇവൻ ഫോൺ എടുക്കുമ്പോ എനിക്കിപ്പോ മനസ്സിലായ എന്താന്ന് വെച്ചാൽ, ഞാൻ ഇവൻ ട്രിവാൻഡ്രം വരുമ്പോ PP വിളിക്കുന്നു. PP വിളിച്ചിട്ട് എവിടെ എന്ന് ചോദിക്കുമ്പോ എന്തൊരു എന്തിരുന്നാ എനിക്കിത് കേൾക്കണ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞേ. മനസ്സിലായില്ലേ? ഇത് ട്രിവാൻഡ്രം ലാംഗ്വേജിന്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് ബാക്ക് ടു ഇത്. നിനക്ക് പ്രശ്നമൊന്നും വരുന്നില്ല. നിനക്ക് ഏറ്റവും ഇതെന്ന് വെച്ചാൽ, നിനക്ക് എപ്പോഴും ഇനി ബമ്പർ ചിരി, ഒരു ചിരി, ഇരുചിരി ബമ്പർ ചിരിയുടെ ഷൂട്ട് കാണും. ഒരു 2 ആഴ്ച കഴിഞ്ഞ് നീ വരുന്നു. പക്ഷെ ആ ടൈമിൽ നീ വർഷയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇവിടെ വരുമ്പോഴാ അല്ല, അവിടെ ഇവിടെ വരുന്ന കാര്യം എന്ന് 2 ദിവസം കഴിയുമ്പോ മിസ്സാക്കി അല്ലേ? പക്ഷെ നമ്മളൊരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ട് ഒരു വർക്കിലൊക്കെ പോയി ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഭീകര മിസ്സിങ് ആയിരിക്കും. ആ മിസ്സിങ് ഭയങ്കര മിസ്സിങ് ആണ്. അതിപ്പോ നിനക്ക് കുട്ടിയുണ്ടെങ്കിൽ പോലും, നിന്റെ വൈഫ് ആണെങ്കിൽ പോലും. എന്താടാ കുട്ടി ഉണ്ടെങ്കിൽ പോലും നിനക്ക് നാരായണക്കുട്ടി ഉണ്ടെങ്കിലും നിനക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നണം നിനക്ക് ഒന്നും മിസ്സിങ് വരും. ഇവിടെന്ന് കൊച്ചി പോയ കുട്ടി ഇവിടെ വന്ന് ഒറിജിനൽ കുട്ടി. അത് ഭയങ്കര മിസ്സിങ് ആണ്. പക്ഷെ ആ മിസ്സിങ്ങിന് നീ വന്ന് കാണുമ്പോ ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമാണ് ആ മൊമെന്റ് ഒക്കെ. നാരായണക്കുട്ടി ഞാൻ ഉള്ളപ്പോ ഒരു മിസ് ചെയ്യുന്ന മുതലാളി. അയ്യോ, ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും ബിസി ആയിട്ട് ഉള്ളൊരു ഷെഡ്യൂളാണ് വെച്ചാനെ. നമ്മള് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു. കാരണം ഇവനും ഇരുട്ടവൾക്ക് ഉറങ്ങാതെ നിന്ന്. അപ്പം അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഞാൻ അവളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് എപ്പോഴും ഒരുപാട് സമയം കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ കഴിവിൽ പരമാവധി സമയം നമ്മൾ കൊടുക്കും. കാരണം നമ്മള് ഒരുപാട് കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ അല്ലേ. ആ ഒരു ഇതുണ്ട് കേട്ടോ, എനിക്ക് ഒരു ചെറിയൊരു ഇതുണ്ട്. ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് 4 വർഷമായി. ഞാനിപ്പോൾ ഓഫീസിൽ പോയാലും അവൾ എൻ്റെ വീട്ടിലുണ്ടായിരിക്കാം. ഞാൻ ഭാനുമായിട്ട് സംസാരിച്ച് ഞാൻ വീട്ടിൽ പോയാലും ഇതിൽ അസൂയ കണ്ണൊന്നും വെച്ചളയില്ല. വീട്ടിൽ ചെന്ന് ഞാൻ 1/2 മണിക്കൂർ ഓഫീസിൽ ഇരുന്ന അപ്പോൾ കോൾ വരും എനിക്ക്. ഇനി എന്നെ സംശയം കൊണ്ട് വിളിക്കുന്നതാണ്, ഞാൻ ഇവിടെ പോയെന്ന് അറിയില്ല. വീഡിയോ കോളാണ് വിളിക്കുന്നത്. ഞാനും അമ്പിളും തായ്ലൻഡിൽ പോയി. തായ്ലൻഡിൽ 24 മണിക്കൂറും വീഡിയോ കോളായിരുന്നു. ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് പട്ടായയിൽ ചെന്ന് കാല് വെച്ചതും വീഡിയോ കോളാ. സമാറ്റിക തായ്ലാൻഡ് എന്ന് പറഞ്ഞ
ഞാൻ മനസമാധാനത്തിൽ അവിടെ കാല് തടവാൻ വേണ്ടി എന്തൊരു സുഖം എന്ന് പറയുമ്പോ തായ്ലൻഡ് മസാജ് വേറെ ലെവലാണ്. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാല് ചൂട് തുണിയൊക്കെ ഇട്ടിട്ട് അപ്പൊ ഹമ്പിൾ അപ്പുറത്ത് നിന്ന് മച്ചാന ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോ എടുത്തു നോക്കിയപ്പോ ബാനു സമാറ്റിക അപ്പൊ അവിടെ നോക്കിയ ഒരു അമ്മച്ചി ഇങ്ങനെ താഴെ കണ്ട. അതുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മൊമെന്റിലും നമ്മൾ സംസാരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാലും 1 മണിക്കൂർ കഴിഞ്ഞാലും വിളിച്ച് സംസാരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എപ്പോഴും നമ്മൾ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം നമ്മൾ നോക്കിയപ്പോൾ 2 തവണയൊക്കെ വിളിച്ചു. പക്ഷെ അത് മിസ് ചെയ്യുന്നുണ്ട്, ആ വിളിക്കുന്ന ആ ഒരു സംഭവം. പിന്നെ അതെ, പിന്നെ എന്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഒരു കാര്യം നമുക്കിപ്പം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മറ വേണ്ട. തുടക്കത്തിൽ നമ്മളെ കുറവുകൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പോ നമ്മൾ പറയുന്ന അഡ്വൈസ് പലർക്കും ഇവിടെ ഇരിക്കുന്നവർക്ക് യൂസ് ആവും. പക്ഷെ മച്ചാനെ എന്താണ് നിനക്ക് പറയാനുള്ള കുട്ടി? ഒരു പരിധി ഉണ്ടല്ലോ, ഓപ്പണാ എനിക്ക് മനസ്സിലായി. മച്ചാനെ അവ ഇപ്പൊ ആ സാഹചര്യത്തിൽ കൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു. ഉറപ്പാണ് കേട്ടോ, ഈ പോഡ്കാസ്റ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. മച്ചേപ്പൊരു കാര്യം പറഞ്ഞില്ല, അതായത് മച്ചാനെ ഇപ്പം ഒരിടത്ത് പോകുമ്പോൾ ഇത്ര ടൈം കഴിയുമ്പോൾ വിളിക്കുമെന്നാണ്. അത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ആണെന്ന് ഞാൻ പറയാം. കാരണം ഇപ്പം ഞാനും BP ഇപ്പം ഞാൻ BP ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പൊതുവെ ഇപ്പം ഞാനിപ്പോൾ ഗെയിമിങ്ങിന് ഒരു ഇവൻറ്റോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പൊതുവെ 90% ഓഫ് ടൈം ഇപ്പം അവൾ പറഞ്ഞില്ലെങ്കിൽ അവൾ വിളിക്കുമ്പോൾ എടുത്തില്ല, അല്ലെങ്കിൽ തിരിച്ച് വിളിക്കാൻ ലേറ്റ് അല്ലെങ്കിൽ എടുത്തില്ല, അപ്പം തന്നെ വിളിക്കണം. അത് പൊതുവെ ലൈക്ക് ഒരു ലോങ് ടൈമിനിടയിൽ 1 കോളൊക്കെ എനിക്ക് വരത്തുള്ളൂ. അതായത് അല്ല മച്ചാൻ പറഞ്ഞ കണക്കെ ഇപ്പം മച്ചാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റില്ല. അല്ല ഞാൻ പറഞ്ഞ ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ആണെന്ന് പറഞ്ഞതാ. ഇപ്പം ചിലര് ഇങ്ങനെ വിളിച്ച് അങ്ങനെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കാം, ചിലര് അല്ല ഞാൻ പറഞ്ഞ വാൾഡ്രോ എന്താ ഗെയിം വാൾറന്റും എന്റെ ഇതിലൊക്കെ വെടിയല്ലേ, ആണാണ് ഉറപ്പായിട്ടും. എന്നിട്ട് അപ്പോ ലൈക്ക് ചില ആൾക്കാർ ഇപ്പം കാർത്തിക് ബിസി ഷെഡ്യൂളാണെങ്കിൽ ചിലപ്പം വർഷം ചിലപ്പോൾ കാർത്തിക് പോയിട്ട് ആ ബിസി ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് കാർത്തി എപ്പോൾ ഫ്രീ ആവുന്ന അപ്പം വിളിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലർ ചിലപ്പോൾ അങ്ങനെ എനിക്ക് മിസ് ചെയ്യാതെ വിളിച്ച് ചോദിക്കുക എന്ത് ചെയ്യണമെന്ന് ചോദിക്കും, അങ്ങനെ വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് മിസ് ചെയ്യാത്തതുകൊണ്ടല്ല, അവർ ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ നിൽക്കുകയാണെങ്കിലോ എന്ന് വിചാരിച്ച് വിളിക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പം നാളെ ഇപ്പോൾ കാർത്തി ചിലപ്പം മച്ചാന്റെ ഭാര്യ മച്ചാനെ വിളിക്കും, എന്റെ വർഷം എന്തെന്നെ വിളിക്കാത്തത്. അല്ല ഞാൻ പറയുന്നത് ഞാൻ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോഴാണ് അവൾ വിളിക്കുന്നത്. ഞാൻ പറയും എനിക്ക് എന്തെങ്കിലും തിരക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവൾ ശല്യം പോലും ചെയ്യില്ല, ഒരു ടെക്സ്റ്റ് അയക്കും, കഴിഞ്ഞോ ഷൂട്ട്, ഞാൻ ഇന്ന ഷൂട്ടുണ്ട് എനിക്ക് 3 മണി വരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞോ ഷൂട്ട് എന്ന് പറഞ്ഞിട്ടേ വിളിക്കുള്ളൂ. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പം ബാനു ആക്ച്വലി മച്ചാനോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അതായത് മച്ചാൻ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന്, അല്ലെങ്കിൽ മച്ചാൻ ഫ്രീ ആണോ എങ്കിൽ സംസാരിക്കാം. ഞാനും PP ഒരു സ്ഥലത്ത് പോകണമെന്ന് വെച്ചോ, എൻ്റെ കോൺസെപ്റ്റിൽ PP പോയിട്ട് വരെ എത്ര സമയം എടുക്കും, ആ ഒരു ടൈം കഴിഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ വിളിച്ചെന്ന് വരെ. അല്ലാതെ അവളിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ ഒബ്വിയസ്ലി വിളിക്കുന്നത്. ഇപ്പോൾ അവളും അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കാർത്തിയായിട്ട് ഇവിടെ വരുമെന്ന് വെച്ചു, ഇത്ര ടൈം കഴിയുമ്പോഴേക്കും ഇവിടെ രാത്രി വീട്ടിൽ കയറി കാണും എന്ന് വെച്ചാൽ വിളിക്കുന്നത്. ചിലപ്പോൾ ആ സമയത്ത് ഞാൻ പുറത്തായിരിക്കും, ചിലപ്പോൾ അപ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ വിളിക്കാൻ തിരക്കാം. അതാണ് അവൾ പറഞ്ഞത്. ഡിപ്പെൻസ് ഓൺ ദ ചിലർ അങ്ങനെ മിസ് ചെയ്താലും വിളിക്കാതെ ലൈക്ക് സിറ്റുവേഷൻ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ഒരു എനിക്ക് എന്താണ് ഫ്രീ ആണെന്ന് അറിയാനായിട്ട് വിളിക്കുന്ന ആ ഒരു ക്യൂരിയസ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ആണ്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇത്രേ ഉള്ളൂ. ഇപ്പം എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. അപ്പം മച്ചാനും ബാനും തമ്മിൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഞാനും നിന്റെ ചിലപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമായിരിക്കും, അത് നാളെ നിനക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എല്ലാത്തിനും ഒരു യുണീക്ക് ആയിട്ടുള്ള സാധനം പോണുണ്ടോ എല്ലാത്തിലും. അത് മച്ചാൻ പറഞ്ഞ കാര്യമാണ്. അതായത് ലൈക്ക് ടു ബി ഹോണസ്റ്റ് എപ്പോഴും സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒന്നും പിറ്റന്നത്തേക്ക് അല്ലെങ്കിൽ മാറ്റി വെച്ച് പിന്നെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ സംസാരിക്കും പിന്നീട് ആവട്ടെ എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക. കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞിരിക്കണ്ട. ഇത് പയ്യെ നമ്മൾ അവരെ പറ്റി മനസ്സിലാക്കും, നമ്മളെ പറ്റി മനസ്സിലാക്കും. അറേഞ്ച് മാരേജ് ആണ് മച്ചാന്. ഞാൻ അറേഞ്ച് മാരേജ് ആണ്. എനിക്ക് ഒരു 2 മാസം ഗ്യാപ്പൊക്കെ കിട്ടിയുള്ളൂ പുള്ളിക്കാരിയെ പറ്റി മനസ്സിലാക്കാണ്. കല്യാണം കഴിഞ്ഞ് കുറെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അല്ലാതെ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ അയ്യോ ഇതൊന്നും പ്രതീക്ഷിക്കരുത്. ചെറിയ ചെറിയ മിസ്റ്റേക്സും എല്ലാം കാണും. എല്ലാം പഠിച്ച് നമ്മൾ ഇതിൽ ഒരു ട്രാക്കിലാവും. ആ ട്രാക്ക് പക്ഷെ ഭയങ്കര എൻജോയ്മെന്റ് ഉള്ള ട്രാക്കാണ്. അത് ഭയങ്കര രസമുള്ള ട്രാക്കായിരിക്കും. നമ്മൾ പലയിടത്തും അവർ മിസ് ചെയ്യും,
നമുക്ക് സ്നേഹിക്കാൻ തോന്നും. സത്യം സത്യം സത്യം. ഞാൻ മച്ചാൻ പറഞ്ഞത് ഇതിപ്പോ കേൾക്കുന്ന ആരും നമ്മുടെ ആരും കണ്ണു വെക്കാൻ പറഞ്ഞു. ചിലപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കല്യാണത്തിന് മുമ്പ് ഫുൾ ഞങ്ങൾ അടിയാന്ന് പറഞ്ഞു. കല്യാണത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ സീരിയസ്ലി ഇതുവരെ ദൈവം അനുഗ്രഹിച്ചിട്ട് അതിന് കണ്ണു വെക്കരുത്. ഇതുവരെ ഒരു വലിയൊരു അടി ഇവിടെ പോഡ്കാസ്റ്റ് അതിന് വേണ്ടിട്ട്. സത്യം പറഞ്ഞാൽ ഇതില് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പോകുന്ന നന്ദുവും പാർവതിയും. അല്ല ഞാൻ വൈപ്പറും വിഷമം പറയാൻ വേണ്ടി വിളിക്കണം. മൂഞ്ചിയടാ മൂഞ്ചി. മുട്ട പറഞ്ഞത് നന്ദുടാ എല്ലാത്തിനും ഒരു ഹഗ്. നീ കുളിക്കാതെ കൊടുത്താലും കുഴപ്പമില്ല. പോയി ഒരു നീ ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പറയാൻ അവളെ മുഖം നോക്കിട്ട് ഇല്ലല്ല ഞാൻ പറയുന്നത് ഒബ്സർവ് ചെയ്യാണ്. ആര്? ഞാൻ ഒരു കാര്യം പറയട്ടെ. അവളുടെ കണ്ണി നോക്കിയാ പേടിച്ചു. ഭയങ്കര ചീനാണ്. എന്നാ ഒന്ന് ശ്രദ്ധിച്ച് നീ രാവിലെ എണീറ്റ് പോകുമ്പോ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചുമ്മാ ഒന്ന് ഒരു ഹഗ് കൊടുത്തിട്ട് ഇറങ്ങി കഴിഞ്ഞാല് അത് എന്ത് വിഷമമായിക്കോട്ടെ, നിങ്ങൾ പിണക്കത്തിലാണെങ്കിൽ പോലും ഒരു ചെറിയ ഹഗ് കൊടുത്തിട്ട് നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി നോക്ക്. വല്ലാത്തൊരു ഫീലാണ്. സത്യം. സീരിയസ്ലി നീ ട്രൈ ചെയ്ത് നോക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചുമ്മാ അങ്ങനല്ല. അല്ല ഞങ്ങളിപ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വലിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഒബ്വിയസ്ലി എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ഹഗ് തന്നെ പോട്ടടാ എന്ന് പറയുന്ന ആ ഒരു വേർഡിങ്സ് മതി പെമ്പിള്ളേർക്ക് പൊതുവേ. ലൈക്ക് ഒരു എത്ര ഇഷ്യൂ ആണെങ്കിലും അവരത് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞൊരു സാധനം ഇത്രയും മതി, ഞാൻ ഇറങ്ങട്ടെ പോയിട്ട്. ഇപ്പൊ നാളെ പോയി ഹഗ്ഗോട് പാത്രം തലക്കടി അവൻ പറഞ്ഞ ഹഗ്ഗ വന്നു. പാർവതിയമ്മ ഒരു ഹഗ് കിട്ടിയാ കൊള്ളായിരിക്കോ? ഇപ്പഴല്ല, അല്ല ഇപ്പൊ ശരിയാവൂല. മൊത്തത്തിലെ ഉടക്കിയിട്ടാണ്. വേണ്ട, അവൾ അണ്ടർസ്റ്റാൻഡിങ് ആണ് നന്ദുവിന്റെ. അത് അവര് ഇപ്പൊ ഈ ട്രാക്ക് ആയിക്കഴിഞ്ഞു. ചിലപ്പോ ഇനി ഇവൻ ഒരു ഹഗ് രാവിലെ വെച്ചിട്ട് ബാ മോളെ എന്ന് പറഞ്ഞൊരു ഹഗ് കൊടുക്കുക. അത് ക്രിഞ്ച് സീനാണ്. നാളെ അവള് ഇത് അങ്ങനെ പറഞ്ഞോ ഹഗ് വരുമ്പോഴത്തേക്കും എന്തോ എവിടെയോ ഒരു തകരാറുണ്ട്, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇത് എന്റെ നഗലേട്ടനല്ല. എടി ശരു, നീ കൊറേ നേരം അല്ല ശരു ഞാൻ ശരുവിന് ഇടയ്ക്ക് പയ്യനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അത് തോന്നി, അത് കാണും. ഞാൻ പിന്നെ അത് അങ്ങോട്ട് നോക്കുന്നില്ല. അവര് ഉറക്കത്തിന്റെ പിച്ചത്. പക്ഷെ പുള്ളിക്കാരനെ മിസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ അതുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ ഇവള് സർപ്രൈസ് ആയിട്ട് അനന്തുവിന് ഇവിടെ വന്ന് സർപ്രൈസ് കൊടുക്കുന്നു, അനന്തു ഇവിടെ നിന്ന് സർപ്രൈസ് ആയിട്ട് അവിടെ പോയി സർപ്രൈസ് കൊടുക്കുന്നു. ഭയങ്കര രസമാണ് അല്ലേടി? മൊത്തം ഒരു സർപ്രൈസ് കൊടുക്കുന്നു. പാർവതി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമല്ലേ? ഞാനൊരു കാര്യം പറയാം. സന്തോഷത്തോടെ ഈ പോഡ്കാസ്റ്റ് കാണുന്നതില് ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇവരിത് കേൾക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോ ഈ പോഡ്കാസ്റ്റ് കാണുമ്പോ മച്ചാൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം കാണുന്നതിൽ ഒരാൾക്ക് ചിലപ്പോൾ റിലേറ്റ് ആവും. അയാൾ നാളെ പോയി മച്ചാൻ പറഞ്ഞ ചിലപ്പോൾ ഒരു ഹഗ് കൊടുക്കുമ്പോൾ ആ വൈഫ് ഒരിക്കലും അറിയുന്നില്ല മച്ചാൻ പറഞ്ഞത് കേട്ടിട്ട് വരുന്ന അത് ചിലപ്പോൾ ആ ഫാമിലിയിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും. ഞാൻ തമാശയല്ല. അടിച്ചിരിക്കണത് ആലോചിക്കും, എന്തിനാ ഇപ്പൊ ഇവിടെ ഹഗ് ചെയ്യണം, ഇത്ര ദിവസം ഇല്ലാത്ത പണിയൊക്കെ ചെയ്യണം. എന്തോ ഒരു ഉടായിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ കുടുംബത്തിയാടി കാട്ടുമാക്കാൻ എന്തോ തുടങ്ങി. കണ്ണംബ്രോ എങ്ങനെയാണ് ഡീൽ ചെയ്യണത്? ഇതിനാ മൈക്കൊന്ന് കൊടുക്കൂടി. കണ്ണംബ്രോക്ക് ഡെയിലി ഹഗ്ഗാണ്. ഉച്ചക്ക്, രാവിലെ, രാത്രി. പെർഫെക്റ്റ്. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് ഹഗ് ചെയ്യാൻ അല്ലേ? ഭയങ്കര വിളിക്കോ? ആര് പുള്ളിക്കാരി വിളിക്കോ? നിങ്ങൾ അല്ല ഞാനും ബാനും റെസ്ലിംഗ് കളിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഐ മീൻ കട്ടിൽ ഇങ്ങനെ തൂക്കിയെടുത്ത് അവളെ ഇട്ടിട്ട് പിൻ ചെയ്യുക. നല്ല വിനോദമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. നല്ല രസമാണ്. പറഞ്ഞതിൽ എനിക്ക് റെഫറി അവിടെ ഞാൻ എവളുമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അവനുമായിട്ടാണ് ചെയ്യുന്നത്. കൊച്ചുതന്നെ അല്ല അങ്ങനെ ചെയ്യുമ്പോ ഒരു ഗുണം എന്താണല്ലേ, നമ്മൾ എന്തെങ്കിലും നേരത്തെ മുൻകൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തീർക്കാം. അപ്പൊ തിരിച്ചു പ്രതികാരം. ഇത് മച്ചാന്റെ സൈക്കോളജിക്കൽ പോലെ കളിക്ക് റെസ്ലിംഗ് എടുത്തിട്ട് പെടലി പിടിച്ച് അല്ല ഒരു കണക്കിന് നല്ലതാണ്. 5-6 ഇടി കിട്ടിയാൽ പിന്നെ അതോടൊരു പ്രശ്നം. ഹഗ്ഗിന്റെ കാര്യം പറഞ്ഞപ്പോ ഇത്രയും നിനക്ക് എനർജി ഇല്ല. റെസ്ലിംഗ് റഫറിയുടെ കാര്യം പറഞ്ഞ ആവേശം.
ഇതൊക്കെ ആവുമ്പോ കൊറേ പ്രശ്നങ്ങൾ. നാളെ രാവിലെ നന്ദു ലെങ്കോട്ട് കിട്ടിട്ട് ബാ ബാ ഞാനൊരു കാര്യം പറയട്ടെ, തൊടയിലെ കഴിച്ചിട്ടേ ബാ ബാ. നിന്റെ ജീവിതത്തിൽ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് നീ ആലോചിക്കുകയാണെങ്കിൽ അത് ഏത് മൊമെന്റ് ആയിരിക്കും? പാർവതിയിലൂടെ ഒരു യാത്രയാവാം, ചിലപ്പം നിങ്ങൾ ഇന്ത്യ മൊത്തം ചുറ്റിയ- ഒന്നുമില്ലല്ലോ. അതെന്താ ടോക്കാടിയത്? ഇതായിരുന്നു അവസാനത്തെ ആണി. എന്തായിരുന്നു എന്തെങ്കിലും അങ്ങനെ ഓർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിന്റെ മൊമെന്റിലെ പെട്ടെന്ന് പാർവതിയായിട്ടുള്ള ഒരു മൊമെന്റ് നിനക്ക് കുറച്ച് നേരത്തെ സിംഗ് അതായിരിക്കും. അത് വല്ലാത്ത മൊമെന്റ് ആയിരുന്നു. ഞങ്ങള് അല്ല അതൊന്നും അല്ല, എടാ ഹണിമൂൺ ഹണിമൂണൊന്നുമല്ല. നമ്മള് ഈ പറഞ്ഞ കണക്ക് അവിടെ പോയ, പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോയതാണ്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഫീൽ ഉള്ളൊരു കാര്യമായിരുന്നു. ഞാൻ പാർവതിയെ കൊണ്ട് പോണടത്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇവിടെ മാത്രം കുഴപ്പമില്ലായിരുന്നു. പാർവതി ഇങ്ങനെ എന്നെ എങ്ങും കൊണ്ടുപോകണില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പാർവതിയെ വിളിച്ചോണ്ട് എറണാകുളത്ത് പോയി കേട്ടോ. ക്രൗൺ പ്ലാസയിൽ റൂം എടുത്തിട്ട് ഞാൻ അവളെ അടുത്ത് അതിനുമ്പോ ഞാനേ പറയാമേ മച്ചാനെ, മച്ചാൻ ഇവ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വെച്ചിട്ട് ഒരു തുരുമ്പിട്ട് കൊടുത്തിട്ടാ ഇവ അത് ചവിട്ടി അരച്ച് മണ്ടേ. സത്യം കേട്ടോ. മച്ചാൻ പറയുമ്പോ ഇവൻ അത് ഏതെങ്കിലും ഒരു നമ്മൾ പറയും ഏതെങ്കിലും ഇല്ലാത്ത വാലിച്ചെടുത്ത് ചൂണ്ടിട്ട് നമ്മള് അല്ല ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ അതാ കല്യാണം കഴിച്ച മൊമെന്റ് ആണെന്നെങ്കിലും പറഞ്ഞാൽ തീർന്നെങ്കിൽ അവിടെ വീണത് ഇവൻ നിനക്കിത് അവന്റെ ചെവി പറഞ്ഞു ഞാൻ പറയണ ഒരു നേരമുണ്ട്. വേറെ പറയണം. അപ്പൊ ഇവങ്ങനെ അതങ്ങനെ ഇവളെ എവിടെ എന്റെ ഇവിടെ കാര്യത്തിൽ വെച്ചാലും അവിടെ പ്രശ്നമാണ്. എടാ അവ അങ്ങനത്തെ കാര്യത്തെ അവൻ കുറച്ച് നിഷ്കളങ്കനാണ്. അല്ല സത്യത്തിൽ പറയാൻ വലുതായിട്ടൊന്നും ഇല്ല. ആ ഒരു ഒക്കേഷൻ പറഞ്ഞു. നീ അവനെ വരട്ടില്ലടി പാവം ചെറുക്കായി. ആരോട് പറഞ്ഞിരിക്കുന്നോ ഞാൻ പോയിട്ട് ക്രൗൺ പ്ലസ് ക്രൗൺ പ്ലാസ നല്ല മൊമെന്റ് ആണ്. കാർത്തിക്കിന്റെ കല്യാണം നടക്കാനുള്ള സാഹചര്യം പറഞ്ഞുതരാം. അവള് വീണ്ടും പറഞ്ഞു നല്ല മൊമെന്റ് ആണ് ചോദിച്ചത്. ഇപ്പോഴെങ്കിലും നീ നല്ല മൊമെന്റ് പറയണത് നിനക്ക് ഇവനെ നല്ല മൊമെന്റ് പറയാം. ആണല്ലേ? വേണ്ട ഇവളെ ഇടയ്ക്കിടയ്ക്ക് മച്ചാനെ. അയ്യോ ആ മൊമെന്റ് എനിക്കറിയാം. എനിക്കറിയാം. ഞാൻ പറയാൻ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ആ മൊമെന്റ് മൂടുപോയി. കാർത്തിക്കിന്റെ കല്യാണം ഉറക്കണ എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. കൈയ്യട് ആ മൊമെന്റ് നിങ്ങൾ എല്ലാരും കേൾക്കണം. പാർവതിക്ക് ഏറ്റവും ഓർമ്മ ഏറ്റവും അങ്ങനെയല്ല സ്നേഹം കൊണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫ് ആലോചിക്കുമ്പോ എനിക്ക് അങ്ങനെ ഒരു മൊമെന്റ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അതിനും റീസൺ ഉണ്ട്. ഞാൻ പറയാം ഇത്രയും നേരം പറഞ്ഞില്ലേ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവസ്ഥയല്ല ഹാർഡ് വർക്കിംഗ്, ഉറക്കം പോലും ഇല്ലാതെ നടക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്ത ടൈം വളരെ കുറവാണ്. ഓക്കെ ശരി നന്ദു, നീ ഇനി കുറച്ച് ഒരു 5 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് നീ നിന്റെ കുട്ടിയോട് സംസാരിക്കണം. അത് അനങ്ങും, ഭയങ്കര ഒരു ഫീലാണ്, പവറാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഒരു സന്തോഷമുണ്ട്. അല്ല നീ അവളോട് സംസാരിക്കണ്ട, പാർവതിയോട് സംസാരിക്കണ്ട, നീ നിന്റെ കുട്ടിയോട് കൗൺസിലിംഗ് ക്ലാസ് ആയിട്ട് മാറുന്നു. സംസാരിച്ചിട്ട് എനിക്ക് എന്തൊരു ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ ചോദിച്ചത്. കൈവച്ച് ഇങ്ങനെ ഇത് വെച്ച് സംസാരിക്കുമ്പോഴേ അത് റിയാക്ട് ചെയ്യും. നല്ല മൊമെന്റ് അല്ലേടി? ഞാന് അല്ലല്ല ഞാനത് പറഞ്ഞ അത് ഇവന്റെ മൊമെന്റ് ആണത്. എടാ മൈക്ലാമൂഞ്ചി അല്ല ഇവൻ അത് പറയാം. ഇവന് ശരിക്കും പറഞ്ഞാൽ കൊഞ്ചാൻ പോയിട്ട് ഇവന് മറ്റേ താലോലിക്ക്. ഇത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവന്റെ പേര് പറയാനില്ല. ഞാൻ കാറിൽ ഇരുന്ന് എന്റെ കൊച്ചായിട്ട് സംസാരിക്കണം, എന്റെ പൊക്കണു മോളെ, എന്റെ ചാക്കണു വെച്ച്. അപ്പൊ ഇവൻ കാർ ഓടിച്ചോണ്ട് അപ്പൊ ഞാൻ എന്റെ നുന്നുമണി, എന്റെ കൊച്ചു, എനിക്കില്ലാത്ത പേരുകളാണ്. ഞാൻ അങ്ങ് മാക്സിമം കൊഞ്ചും. അത് ഭാനുവിന്റെ അടുത്തായാലും നമ്മൾ സംസാരിക്കേണ്ട, നമ്മൾ ആ സമയത്ത് വായിക്ക് തോന്നുന്ന പേരുകളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവന് 2 കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് എന്തു പറ്റി, എന്തൊക്കെ പേരുകളാ വിളിച്ചേ? ഞാൻ പറഞ്ഞു കൊഞ്ചിച്ച, നിങ്ങൾ കൊഞ്ചാറില്ല, എന്നെ അതിന് കിട്ടില്ല. അത് ഭയങ്കര സീരിയസ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല. അവന്റെ ഭാര്യ അടുത്ത് ചോദിച്ചപ്പോ അവൻ ഇൻട്രോവേർട്ടാ. അവന്റെ കൊച്ചിനെ ഇതുവരെ ചുഞ്ചു എന്ന് പോലും വിളിച്ചിട്ടില്ല. അതായത്
ഞാൻ അങ്ങനെ ഇങ്ങനെ പോലെ അങ്ങനെയല്ല. അവ അങ്ങനെ പോലെ അല്ല കാണിച്ചില്ല. ഇപ്പൊ കൊച്ചിന്റെ പേര് ഇക്ഷിത് ആണെങ്കിൽ മിസ്റ്റർ ഇക്ഷിത് കൃഷ്ണ ഇവിടെ വരൂ. ഇന്നലെ നടന്നൊരു ഇൻസിഡന്റ് പറഞ്ഞു 100 ആയുസ് രാമൻ വിളിക്കണേ. എന്റെ പൊന്നേ. ആരെന്ന് അറിയട്ടാ? നിനക്കറിയാം ഒരു വലിയ കടയുടെ ഓണർ പുള്ളി വിളിച്ചത് എന്നെ. എനിക്ക് മനസ്സിലായി. കണക്ട് ആയി സാധനം. മച്ചാൻ അതില് ആ പറഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ കുറെ കാര്യങ്ങൾ അയ്യോ അങ്ങനെ പുള്ളി ഭയങ്കര പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഹാർഡ് വർക്കിംഗ് അല്ല, മൊത്തത്തിൽ നമ്മളെ മൈൻഡ് ഔട്ട് ആണ്. ക്ലിയാണ്. പുള്ളി ക്ലിയാണ്. പക്ഷെ പുള്ളിയുടെ ലവ് മാരേജ് ആണ്. ഞാൻ ഞെട്ടിപ്പോയി പുള്ളിയുടെ ലവ് മാരേജ്. ഞാൻ ഒരു കാര്യം ഇപ്പം ഇവൻ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഹാർഡ് വർക്കിംഗ്. നമ്മൾ എന്തിനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്? കാശ് ഉണ്ടാക്കാനാണ്. ഒബ്വിയസ്ലി നമ്മൾ കാശ് ഉണ്ടാക്കുന്നത് എന്തിനാണ്? നല്ലൊരു ഹാപ്പി ലൈഫിനാണ്. ആ ഒരു ഹാപ്പി ലൈഫിന് എൻ്റെ കോൺസെപ്റ്റാണ് ഞാൻ പറയണത്. നമ്മൾ ഫാമിലിക്ക് ടൈം കൊടുത്തില്ലെങ്കിൽ പിന്നെ ഉണ്ടാകണ കാശിനൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. നീ ഇപ്പം 60ാമത്തെ വയസ്സ് വരെ അധ്വാനിച്ച് കോടാനോടി ഉണ്ടാക്കിയിട്ട് 61ാമത്തെ വയസ്സിൽ പോയിട്ട് ഭാര്യയെ സ്നേഹിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 60 വർഷം വരെ അവര് ആ ഒരു ഒറ്റപ്പെടൽ നിന്നിട്ടുള്ളവർക്ക് പിറ്റേന്ന് ഒരു ദിവസം നീ ഇന്ന് എനിക്ക് ഇഷ്ടംപോലെ കാശായി, ഇനി ഞാൻ ഒന്ന് കൊഞ്ചിക്കാന്ന് പറഞ്ഞാൽ ദേ കാണ്ട് അക്സെപ്റ്റ് ദാറ്റ്. സീരിയസ്ലി പറയണം. അതുകൊണ്ട് നമ്മുടെ ഉള്ളത് 10 രൂപയെങ്കിൽ 10 രൂപ അത് ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 10 മിനിറ്റ് അവരുമായിട്ട് സ്പെൻഡ് ചെയ്യണം. ഒരാഴ്ചയിൽ ഒരു ദിവസം മതിയടാ. ആ ഒരു ദിവസം അവരോട് സ്പെൻഡ് ഉള്ള സമയം ക്വാളിറ്റി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ ഒരു ഞായറാഴ്ച ദിവസം എപ്പോഴെങ്കിലും അത് കൊടുക്കണം. അത് ദേ ടു ഡിസേർവ്. ഇപ്പൊ നമ്മളുടെ തിരിച്ചു കളിച്ച് നോക്കിയാൽ നമ്മുടെ വൈഫ് ഹാർഡ് വർക്കിംഗ് ആണ്, നമ്മൾക്ക് അത്രയും തിരക്കില്ല. അവര് ആഴ്ചയിൽ ഒരു ദിവസം പോലും വന്ന് നമ്മൾ സംസാരിക്കുന്നത്, അവര് എനിക്ക് ഫുൾ രാത്രി വരുന്നു കിടന്നുറങ്ങുന്നു. അത് നമുക്ക് നമ്മളെന്ത് വിചാരിക്കും ഇത് എന്ത് ആണ്? ഇതൊക്കെ ചെയ്തിട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അത് ചെയ്യാതിരുന്നല്ലോ. അത് ഭയങ്കര പ്രശ്നമാണ്. ചെയ്ത് നോക്ക. പിന്നെ ഇതൊക്കെ 10 വർഷം മച്ചാനെ ഒരു കാര്യമുണ്ട്, പലർക്കും പല സാഹചര്യങ്ങളാണ്. നിന്റെ തലയിലെ ഒരുപാട് ഭാരങ്ങളാണുള്ളത്. പല ഇപ്പം കാർത്തിക്കിനും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ചില സാഹചര്യങ്ങളിലേ നമ്മൾ പലതും കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം ഓപ്പൺ അപ്പ് ആയിട്ടോ എല്ലായിടത്തും കൺവേ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. കുറച്ചെങ്കിലും അത് നമ്മുടെ കുറേ സാധനം നമ്മുടെ ഉള്ളിൽ തന്നെ കാണും. കാര്യം നമ്മുടെ ഉള്ളിൽ കാണുന്ന ചില സാധനം നമ്മൾ നോർമലായിട്ടുള്ള ഒരാളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ കുറ്റപ്പെടുത്തും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പറയും നീ എന്തിനീ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയും ചെയ്ത് നമ്മളെടുത്ത ഡിസിഷൻസ് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. നമ്മളെടുത്ത പല കാര്യങ്ങളും നമ്മൾ സക്സസ്ഫുൾ എത്തുന്നവരെ ചില സമയത്തേടാ നീ സാക്രിഫൈസ് അപ്പോഴേ നീ സാക്രിഫൈസ് എൻ്റെ കോൺസെപ്റ്റാണ് പറഞ്ഞത്. തെറ്റായിരിക്കാം ശരിയായിരിക്കാം. എൻ്റെ അപ്പം നീ പറയുന്ന എല്ലാം ശരിയാണ്. നീ ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആവാൻ ഞാൻ സ്കൂൾ ലൈഫിൽ കാണുന്ന സമയം മുതൽ ക്രിസ്മസ് വന്നാൽ ഇവൻ കേക്ക് ഉണ്ടാക്കി ബിസിനസ് ചെയ്യാൻ നോക്കും, ഓണം വന്നാൽ സദ്യയുടെ ബിസിനസ് ചെയ്യാൻ നോക്കും. എല്ലാം ഞാൻ അന്നോട്ട് ഇവനൊരു ബിസിനസ് മാനായിട്ട് കാണുന്നത്. നമ്മുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ബിസിനസ് മാനെ രക്ഷപ്പെടുന്നവരുണ്ടായിരുന്നു അന്നോട്ട് ഇവനെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് കാലം മുതൽ ചെറിയ അക്യൂരത്തിൽ പോയിട്ട് മീൻ വാച്ചത് കൊണ്ട് ബ്രീഡ് ചെയ്ത് അത് വിറ്റ് അങ്ങനെ ഒരു ലൈഫായിരുന്നു അവൻ. സ്വന്തം ഏൺ ചെയ്ത് നിർത്തുന്നായിരുന്നു അവൻ. എനിക്ക് അവൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിയാം, എനിക്ക് അത്യാവശ്യം എല്ലാം അറിയാം. അവൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോകുമായിരുന്നു പണ്ട് തൊട്ടേ. ഇവൻ ഭയങ്കര ഹാർഡ് ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർഡ് വർക്ക് മാത്രമാകുമ്പോൾ നമ്മൾ പലരും ഈ പോഡ്കാസ്റ്റ് കാണുന്നതിൽ പലരും കേൾക്കുന്നതിൽ പലരും സ്വന്തം ലൈഫാണ് അവിടെ സാക്രിഫൈസ് ആക്കുന്നത്. എടാ ഒരു ആംഗിൾ കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിനക്ക് ചിലപ്പോൾ ഒരു 1 കോടി രൂപയുടെ കടം കാണും. നിനക്ക് നിന്റെ വീട്ടുകാരെ ആ ബർഡൻ അറിയിക്കാൻ തരാൻ പറ്റൂലായിരിക്കും. നീ മരണപ്പണി എടുക്കൂലേ? എടുക്കും. പക്ഷെ ഞാൻ മരണപ്പണി എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വൈഫ് എന്ന് പറയുന്നത് ബാക്കിയൊന്നും ഞാൻ പറഞ്ഞില്ല. വൈഫ് എന്ന് പറയുമ്പോൾ നമ്മളിൽ ഒരാളെ പറ്റി നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളാണ് എല്ലാം പറയുന്ന ആളാണ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എല്ലാം പറയൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ കുറച്ച് ടൈം അവരുടെ സ്പെൻഡ് കൂടെ ചെയ്തില്ല അവരെന്ത് വിചാരിക്കും, അവൻ എൻ്റെ അടുത്ത് ഒരു പ്രശ്നവും പറയുന്നില്ല. അപ്പം പ്രശ്നം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അവരെ നോളജ് പ്രശ്നമില്ല, ടൈമും കിട്ടുന്നില്ല. അപ്പം അവരാക്ച്വലി അറ്റ് വൺ പോയിന്റ് അവരാണെങ്കിലും നീ തിരിച്ചിന്തിച്ചു നോക്കും. ഈ ചിന്തിച്ചാലും തിരിച്ചിന്തിച്ചു നോക്കാം നമുക്ക്. അവരും അല്ലെങ്കിൽ ഫെഡ് അപ്പ് അവർ മൈൻഡ് ഫക്ക് ആവും. അത് എല്ലാവരും ഹ്യൂമൻസ് ആണ്. എനിക്ക് ഞാൻ നന്ദുവിന്റെ ഇഷ്യൂ ഒക്കെ നമ്മളിങ്ങനെ ചുമ്മാ എടുത്തോണ്ടിട്ട് ഇഷ്യൂ അല്ല, നന്ദുവിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞോണ്ടിരിക്കും. നന്ദു ഇപ്പം ഈ 28 എത്ര സ്ഥലങ്ങൾ സ്റ്റേറ്റിൽ പോയി നീ? ഞാൻ ഒരു 10. അത് ഹണിമൂൺ ആയിരുന്നോ? ഹണിമൂൺ പോലെ തന്നെ ആയിരുന്നു. പക്ഷെ അത് ഭീകര സാധനമാണ്. അത് പോകാനുള്ള അവൻ സമയം കണ്ടെത്തി. അതെ. അല്ല അത് നല്ലൊരു ടൈമായി. കാര്യം കൊറോണയ്ക്കൊക്കെ മുമ്പ് അത്യാവശ്യം നമ്മളൊന്ന് ഫ്രീ ആയിരുന്ന സമയം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കൊറോണയൊക്കെ വന്നപ്പോഴത്തേക്കും നോർമലി ബിസിനസ് എല്ലാം ഡള്ളായി. നമ്മൾ ആ ഒരു ഏജിലേ ഇതെല്ലാം കൂടെ വന്ന് നമ്മുടെ തലക്കിരിക്കുമ്പോഴേ
ഇവൻ പക്ഷെ ആക്ച്വലി ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ സിനിമ കാണാൻ പോയാലും അതൊരു ചില സന്തോഷം. സമയം സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓണം കാണത്തില്ല, ഒരു ക്രിസ്മസ് കാണില്ല, ന്യൂ ഇയർ ആണ്. നിങ്ങൾക്ക് ഇവൻ ആക്ച്വലി ഒരിക്കലും ഫെസ്റ്റിവൽ സീസൺ നിങ്ങൾക്ക് കിട്ടത്തില്ല. ആർക്കെങ്കിലും അത് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? മനസ്സിലാവും. ഞാൻ അതുവഴി ആ കാരണം situation ഒക്കെ ഇവന്റെ പോയിട്ടുണ്ട്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫെസ്റ്റിവൽ സമയത്താണ് എന്റെ സീസൺ എന്ന് പറയുന്നത്. ഉം. അതായത് ഇപ്പം പടക്ക കമ്പനിക്കാർക്ക് ദീപാവലിയാണ് സീസൺ എന്ന് പറയുന്നത്, എവന്റെ സീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഫെസ്റ്റിവൽസ് ആണ് സീസൺ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്തായാലും അവന് കിട്ടത്തില്ല. അത് ഞാൻ അവനെ പക്ഷേ ഇപ്പം കാർത്തിക്കിന്റെ കാര്യത്തിലാണ് കാർത്തിക് വർഷമെടുത്ത് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, അപ്പം അവളും അതിലൊരു മെന്റലി പ്രിപ്പയർ ആയിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ലാതെ വരും. തിരക്കിന്റെ കാര്യമാണ് വെച്ചാൽ ആദ്യം പറഞ്ഞതല്ല. കാണുന്നതിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അല്ല, ഇതാണ്. ഞാനും അവന്റെ അടുത്ത് പറഞ്ഞ അത് തന്നെയാണ് കാര്യം. അത് കാരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ആ പെങ്കൊച്ചിന് ഒരുപാട് പക്ഷെ ഇമാജിനേഷൻ. അവൻ പ്രയോറിറ്റി കൊടുക്കും. ഇവന് അതാണ് ഞാൻ പറഞ്ഞത്. അവനൊരു എനിക്ക് പ്രയോറിറ്റി ഇവനെ കൊടുക്കുന്ന ആളാണ്. അറിയാന്ന് വെച്ചിട്ടേ ഇവനെ എനിക്ക് കുറെ കാലമായി വർഷങ്ങളായിട്ട് അറിയാം. ഇപ്പം ഇവൻ മുമ്പ് ഇപ്പം എങ്ങനെയായിരുന്നു റിലേഷനുള്ള സമയത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അവൻ അറിയാം. ഞാൻ ഇവനുമായിട്ടൊരു 4 മാസമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഐ മീൻ പിണക്കമല്ല, മനസ്സിലായി. സംസാരിക്കായിരുന്നില്ല. ഈ ആൾക്കാർ കാണുമ്പോൾ എൻ്റെ അടുത്താണ് കാർത്തിക് സൂര്യ ഒരു അന്വേഷണം പറയണേ. കാർത്തിക് ഞാൻ ഇവനെ കാണുന്ന ചിലപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ വരെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. അത് റിലേഷൻഷിപ്പിന്റെ ഒരു ബോണ്ടാണ്. അതിപ്പം എനിക്ക് ആ പിണക്കം വെച്ച് ഞാൻ 4 മാസമല്ല നാണമില്ലടാ, ഞാൻ അങ്ങനെയല്ല. അവനെ മച്ചാനേ എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമാണ്. മച്ചാനെ ഇതിപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ, എൻ്റെ റിലേറ്റീവ്സിനെ ഞാൻ കാണുന്നത് റെയർലിയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാറില്ല. എൻ്റെ റിലേറ്റീവ്സിനെ പലരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരുമായിട്ട് ഒരു താല്പര്യമില്ല, ബോണ്ടില്ല. പക്ഷെ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു ടൈം സ്പെൻഡ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ സീരിയസ്ലി എൻ്റെ റിലേറ്റീവ്സോട് ഇന്ന് ഞാൻ കേട്ടൊരു കാര്യമാണ്. പക്ഷേ ആലോചിച്ച് നോക്കുക, ഞാൻ ഈ ഫ്രണ്ട്സ് മച്ചാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇവനാണെങ്കിൽ നന്ദുവിനാണെങ്കിൽ പോലും എല്ലാവരെയും കാണുന്നത് ചിലപ്പോൾ വർഷത്തെ ഒരു ദിവസമായിരിക്കും. ആ കാണുന്ന ഒരു ദിവസത്തെ മൊമെന്റ്സ് ആയിരിക്കും ഇവർ കാണുന്നത്. ഇവർ ആക്ച്വലി വീഡിയോ കൂടി കാണുന്നവർ അറിയുന്നത്. ആ ഒരു ദിവസമാണ് ഇവർ ചിന്തിക്കുന്നത് ലൈക്ക് നമ്മൾ അവരുടെ അടുത്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബാക്കിയടുത്ത് സ്പെൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ ഒരു ഈ ടൈം ഇല്ലായ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാച്ചാനെ അത് ശരിക്കും അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എന്തെങ്കിലും അല്ല ഞാൻ ഈ സമയമില്ലായ്മയുടെ കാര്യം എപ്പോഴും എനിക്കൊരു ടെൻഷനാണ്. സമയമില്ലായ്മയുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറക്കും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ കിളി പറഞ്ഞ അവസ്ഥയായിരിക്കും. സത്യം നമുക്ക് ഒന്നും മൈൻഡ് വരില്ല, ഡേറ്റുകൾ ഓർമ്മ കാണൂല, ചില ഒന്നും സമയം കാണില്ല. എനിക്കിപ്പോ ഇന്നലെ തന്നെ നമ്മൾ സംസാരിച്ചു, എനിക്കറിയാം നീ 2 സെക്കൻഡ് ഞാൻ മൊമെന്റ് മറക്കൂന്ന്. 2 സെക്കൻഡ് അല്ല, ഇവൻ ഇരിക്കുന്ന സമയത്ത് ഇവൻ നമ്മൾ സംസാരിച്ചല്ലേ പലപ്പോഴും ഇവൻ ഇരിക്കുന്ന ഇവൻ കേൾക്കുന്നുണ്ടായില്ല. അപ്പം ഞാൻ തൊട്ടടുത്ത ആൾക്കാരടുത്ത് പറയും, അപ്പം അത് കേട്ടിട്ടില്ല. അവസാനം ഒരു നമ്മളെല്ലാട്ടും തീരാറാകുമ്പം എടാ എവിടെ എന്താണ് പറഞ്ഞേ, ഇവൻ അങ്ങനെയാണ്. അത് ഫുള്ളി ബ്ലാങ്ക് ആണ്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം സാധനം തലയിൽ കൂടെ അതെനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ഇവന്റെ ആഫ്റ്റർ മാരേജ് എനിക്ക് തോന്നുന്നത് ഇവൻ വ്ലോഗ് നടത്തിയ അല്ല അങ്ങനെയല്ല, ഇവൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. വ്ലോഗിങ് നടത്തുക, അതായത് ഇതൊന്നുമില്ല. ഞാനിപ്പോ അത് ഞാനിപ്പോ പറയുന്ന കാര്യം ഇപ്പൊ പറയുന്ന കാര്യം അവൻ പറയണേ. നീ പലപ്പോഴും ഡിപ്രഷൻ നിന്റെ വ്ലോഗ് നടത്തിയിട്ടുണ്ട്. നീ ഒരു ബ്രേക്ക് എടുത്തിട്ട് 2 മാസം നമ്മളൊക്കെ നിർബന്ധിച്ചിട്ടുണ്ട്. 6 മാസം വരെയൊക്കെ ഞാൻ പോയി. അത് നീ ഇത്തവണ ഹാപ്പിനെസിന് വേണ്ടി 2 മാസം ബ്രേക്ക് എടുക്കാം. അല്ല ഞാൻ ബ്രേക്ക് അല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലേ ക്യാമറമാനാ എന്റെ കഞ്ഞിയിൽ മച്ചാനിത് നിർത്താൻ എളുപ്പമാണ്, പിന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് പാട്. ഞാൻ ഇത്ര നാള് ട്രാക്കിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാം. അയ്യോ, പക്ഷെ ആൾക്കാർ നിന്നെ എപ്പോ വന്നാലും നിന്നെ സ്വീകരിക്കും. നമ്മളൊക്കെ പോയാലേ ആ സാധനമാണ്. ഇവൻ ആക്ച്വലി മുമ്പ് ഇപ്പൊ ഞാൻ കണ്ടാൽ ഞാൻ ഇത് കട്ടിന് കട്ടോ ഇന്നില്ലടാ ഒരു സാധനം നേരത്തെ തന്നെ ആഡ് ചെയ്തു. മച്ചനെ ഞാനൊക്കെ കണ്ട് വളർന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊക്കെ പണ്ട് ഗൾഫിൽ പോണ സമയത്ത് ഇല്ലെങ്കിൽ അമ്മയുടെ ചേട്ടൻ ഇപ്പം മാമന്റെ പോലുള്ള വർഷം അവരൊക്കെ വർഷങ്ങളോളം പുറത്താണ് പണിയെടുക്കുന്നത്. അപ്പൊ അവർക്ക് പണ്ട് കാലത്ത് മറ്റേ കത്തെഴുത്ത് മാത്രമല്ലേ ഇടാവുള്ളൂ, അവർക്ക് വിളിക്കാൻ പോലും ഒരിതില്ല. പക്ഷെ അന്നൊക്കെ ഇവരൊക്കെ അത് ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്താണ് നമ്മൾ കണ്ട് പരിചയമുള്ളത്. ടെക്നോളജി മാറുമല്ലേ. അല്ലടാ എടാ ഞാൻ നേരത്തെ നീ പറഞ്ഞതിന് ഞാൻ ഇത് ചെയ്യല്ല, ഞാനതിനോട് 100% യോജിക്കുന്നു. ഞാൻ പറഞ്ഞത് നമ്മളിതൊക്കെ കണ്ട് വളർന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോ നമുക്ക് കുറച്ച് തിരക്കായി പോയാലും അവരെവിടെയെങ്കിലും നമ്മളെ മനസ്സിലാക്കും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കാണുമോ. പക്ഷേ അന്ന് ഈ ടെക്നോളജി ഇല്ല. അപ്പം അവർക്ക് ആ കത്തിൽ അവർ അക്സെപ്റ്റ്, അന്ന് കത്തയക്കാതിരുന്നെങ്കിൽ ചിലപ്പോ ചില വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു കത്തയക്കാനുള്ള സമയം ഇത്ര മാസമായിട്ട് കത്തയക്കാൻ ഒരാൾ പോയിട്ട് 1 വർഷമായിട്ട് കത്തയച്ചില്ലെങ്കിൽ അന്ന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടായേനെ, അല്ല ചിന്തിച്ചേനെ 1 വർഷമായിട്ട് കത്തയക്കാൻ പറ്റിയില്ല അവന് എന്ന് ചിന്തിക്കും. ഇന്ന് അതിന് പകരം ഫോൺ വിളിക്കാത്തതായിട്ട് മാറി.
അല്ലടാ അത് നാളെ- സത്യം പറഞ്ഞാ നാളെ ഈ ജനറേഷൻ ഞാൻ- ഗ്യാപ്പ് ഒരുപാടുണ്ടോ. ഞാൻ പറഞ്ഞു. ഞാൻ ഇതിന്റെ കോണ്ടാക്ടിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവരത് മനസ്സിലാക്കിയിരുന്നു എവിടെയൊക്കെയോ അതെ, കുറച്ചുകൂടെ. അതാണ് ആ ഒരു കാര്യമാണ്. ഉം. ഈ കൊച്ചു ഇപ്പോഴത്തെ ഞാൻ പ്രസവം- ഇപ്പോഴത്തെ ആൾക്കാരൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പ്രസവം ഞാൻ കഴിഞ്ഞാൽ പോലും കുട്ടിയെ കാണുന്നത് 4 വർഷം ഒന്ന് ഒക്കെ അവരാ മൊമെന്റ് എനിക്ക് അവര് ചിന്തിക്കാൻ വയ്യ. അവര് ഞാൻ ലിറ്ററലി ഒരു ദിവസം രാത്രി എണീറ്റിന്ന് കരയാണ്. കാരണം എന്നെ ഔട്ട് ഓഫ് നവർ പോലീസ് പിടിച്ചോണ്ട് വന്നു. അപ്പം പോലീസ് പിടിച്ചോ അതെന്ത് സാധനം ഞാൻ സ്വപ്നം കാണുന്നതാണ്. എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നു. എന്റെ ഓഫീസിൽ ഒരുത്തൻ ചിരിച്ചുകൊണ്ട് ആക്കാണ് ജയിലിൽ നീ പൊയ്ക്കോന്ന്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്ന് കയറുമ്പോൾ 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങും. പക്ഷെ 5 വർഷം എന്ന് പറയുന്നത് എൻ്റെ മോള് ഒരു 7 മാസം 8 മാസമായി നിൽക്കുന്ന സമയമാണ്. പക്ഷെ ഞാനത് ലിറ്ററലി എണീറ്റിന്ന് കരയാണ് രാത്രി. എനിക്ക് ഇത് ചിന്തിക്കാൻ വയ്യ. 5 വർഷം എന്ന് പറയുന്നത് എൻ്റെ മോൾ ആ സ്റ്റേജ് എത്തുമ്പോൾ എന്നെ മറന്നു കാണും. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിന്തിച്ച് കരയാണ്. അപ്പം ഈ പണ്ട് ഗൾഫിൽ ഇരുന്നവരൊക്കെ കാര്യം ഒന്ന് അയ്യോ ആലോചിച്ചു. എന്റെ അവരെ അച്ഛൻ 3 വർഷം കൂടുമ്പോഴാണ് നാട്ടിൽ വരുന്നത്. അതാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. അല്ല ഞാൻ സത്യം പറഞ്ഞ ഒരു പ്രായം വരെ അച്ഛനെ ആ പാടെ അച്ഛൻ 3 വർഷം കൂടുമ്പോൾ നാട്ടിൽ വന്ന് 2 മാസം നിൽക്കും. ആണല്ലേ? അച്ഛൻ ഇവിടെ നിന്ന് പണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം ഡൽഹിയിലൊക്കെ ആദ്യം പണ്ട് കേരള ഓട്ടോമൊബൈൽസിലായിരുന്നപ്പോൾ ഡൽഹി, ജയ്പൂർ, ജയ്സൽമീർ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വർഷത്തിലോ അല്ലെങ്കിൽ 1.5 വർഷത്തിലോ ഒരിക്കലൊക്കെ ആയിരിക്കും വീട്ടിൽ വരുന്നത്. ഇല്ല ഗൾഫിൽ പണിയെടുത്തോണ്ടിരുന്ന സമയത്ത് 2 വർഷത്തിലൊരിക്കലൊക്കെയാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു 9 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ ലിബിയയിൽ പോയതാണ്. എൻ്റെ അമ്മ പിന്നെ വരുന്നപ്പോൾ കംപ്ലീറ്റ് എൻഡ് ചെയ്ത് വരുന്നത് എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ്. അതിനിടയിൽ എൻ്റെ അമ്മ വന്നിട്ടുള്ള ഒരൊറ്റ തവണ ഞാൻ എൻ്റെ ഇന്ന് ഓർമ്മയുണ്ട്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? വല്ലപ്പോഴേ വിളിക്കാനൊക്കത്തുള്ളൂ അവിടെ നിന്ന്. അവിടെ ആക്ച്വലി അമ്മ എല്ലാ ദിവസവും വിളിക്കാമല്ലോ. ലാൻഡ് ഫോണിലാണ് അമ്മ വീട്ടിൽ. അന്നത്തെ കാലത്ത് ലാൻഡ് ഫോണാണ്. വീട്ടിൽ ലാൻഡ് ഫോണിൽ വിളിക്കും. വല്ലപ്പോൾ ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കൂടുതൽ ക്യാഷ് ആവും. അപ്പോൾ കുറച്ച് സംസാരിക്കത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് സംസാരിക്കും കട്ടി. ഞാൻ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അലമാരിലെ കണ്ണാടി നോക്കിയിട്ട് അമ്മ എന്ന് വിളിച്ച് കരയുമായിരുന്നു. സോറി ഞാൻ കാരണം എനിക്ക് എൻ്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. ഭയങ്കര ഇന്നും ഇഷ്ടമാണെന്നല്ല, ഞാൻ അറ്റാച്ച്ഡ് അമ്മയായിട്ടാണ് കൂടുതൽ. ഞാനപ്പോൾ പൊട്ടി കരയുമായിരുന്നു. കാരണം എൻ്റെ അമ്മ അന്ന് കത്തൊക്കെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ കത്തൊക്കെ ഞാൻ വീണ്ടും വായിക്കുമായിരുന്നു. ഒരു കത്ത് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കത്ത് വരുന്നത് വരെ അത് വായിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം എനിക്കിതിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് റിലേറ്റ് ആവും. അപ്പം നിങ്ങളുടെ അമ്മയ്ക്ക് കത്തയക്കുന്നതൊക്കെ എൻ്റെ അമ്മ കത്തിച്ചത് എനിക്കാണ്. അച്ഛന് പ്രത്യേക ഒരു കത്തയക്കും, എനിക്ക് പ്രത്യേക കത്തയക്കും. ഒരു കത്തെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ചിലപ്പം ഒരു മാസത്തെ കാര്യം മൊത്തം ഒരു 4-5 പേപ്പർ കാണും. അതാണെങ്കിൽ കത്ത് വരുമ്പോൾ കത്തിലെ പേപ്പറിന് പ്രത്യേക മണം കാണും. ഫോറിൻ്റെ കത്തിന് പ്രത്യേക മണമുണ്ട്. അപ്പം ഈ മണമാണ് ആ സമയത്ത് അമ്മയുടെ മണം എന്ന് പറയുന്നത്. സീരിയസ്ലി സൂപ്പർ. ഞാനത് നല്ല രീതിയിൽ എല്ലാം അറിഞ്ഞു തന്നൊരു ആളാണ് ഞാൻ. അപ്പം എനിക്കത് ഞാൻ അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ഈ മക്കളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത്. അത് എൻ്റെ അമ്മ ഇപ്പം എൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ നോ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ വഴി തെറ്റി പോകാമായിരുന്ന ഒരു ടൈമിൽ ഞാൻ സ്വന്തമായിട്ടാണ് എന്നെ ഹോൾഡ് ചെയ്തത്. അപ്പം അമ്മ പറയുമ്പോൾ അമ്മ ഞാൻ ഓക്കെ ആണെന്ന് എനിക്കത് അറിയാം. അപ്പം അമ്മയുടെ വിചാരം ഞാൻ ഇപ്പോഴും കുട്ടിയാണ്. കാരണം അമ്മ എന്നെ ഒരു ചൈൽഡ്ഹുഡ് ടൈമിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എൻ്റെ ഒരു ടീനേജ് സമയത്ത് എൻ്റെ അമ്മ വരുന്ന സമയത്താണെങ്കിലും എൻ്റെ അച്ഛൻ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ട് CT സ്കാൻ ഡയഗ്നോസ് ആയി. ആ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് എൻ്റെ അമ്മ പെട്ടെന്ന് നിന്നത്, എല്ലാം നിർത്തി ഓടുന്നത്. അല്ല കംപ്ലീറ്റ് അല്ല ഒന്നേ നിർത്തി അങ്ങനെ വന്നതാണ്. അപ്പം എൻ്റെ അതിനേഷമുള്ള ടൈമിലാണെങ്കിലും ഞാൻ ഇന്നും പറയും, ഞാനും എൻ്റെ അമ്മയും അച്ഛനും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് പോയതുള്ളൊരു ഓർമ്മ എനിക്കില്ല. കാരണം ആകെ പോയിട്ടുള്ളത് പത്രമോ ലേലോ അങ്ങനെ ഏതോ ഒരു FIR ആണ്, ഏതോ ഒരു സുരേഷ് ഗോപിയുടെ മൂവി പോത്തങ്കോട് MDയിൽ കാണാൻ പോയതല്ലാതെ ഞങ്ങൾ ഒരുമിച്ചൊരു പോലത്തെ ഒരു ഓർമ്മ എനിക്ക്. കാരണം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ ഒരു സ്ഥലത്തെ ജോലി, അമ്മ വേറെ സ്ഥലത്ത് ജോലി അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് ലൈക്ക് ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കത് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ്. പക്ഷേ എനിക്കൊരിക്കലും എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് മാറി എനിക്ക് തോന്നത്തുമില്ല. കാരണം ഞാനത് അനുഭവിച്ചുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ മേ ബി എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. ഒരു ദിവസത്തിൽ കുറച്ച് നേരമെങ്കിലും അവനോട് സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഞാനിപ്പോൾ ട്രിവാൻഡ്രം വന്നാലും അതുകൊണ്ടാണ് പലപ്പോഴും കാർത്തിക് ഞാൻ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ പോകും. എനിക്ക് പറ്റത്തില്ല, എനിക്ക് അപ്പം തന്നെ പോകണം. ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഇവൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ പോയി കരഞ്ഞു. കൊച്ചല്ല, അവർക്ക് അറിയത്തില്ല, അവർ നമ്മളെ കാണാൻ വീഡിയോ കോൾ വിളിച്ചപ്പോൾ കരഞ്ഞു. എനിക്ക് പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി, നിൽക്കാൻ തോന്നുന്നു. എനിക്ക് അടുത്ത ട്രെയിന് കയറുക പോവുക. ഞാൻ ജനറലൊക്കെ കയറിയാണ് പോകുന്നത് തിരിച്ച്. കാരണം വരുന്നു, വന്ന കാര്യം കഴിയുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിൽക്കില്ല. അടുത്ത നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, ഏത് ട്രെയിനാണ് അടുത്തുള്ളത് കയറുന്നു പോകുന്നു. സ്റ്റേജ് വരും. അല്ല അത് നമ്മൾ അടുത്ത സ്റ്റേജാണ്. കാർത്തിക് അടുത്ത സ്റ്റേജാണ്. കൊറേ സ്റ്റേജുകൾ ഉണ്ടല്ലോ ഈശ്വര. പക്ഷെ നിന്റെ ഏറ്റവും വലിയ ഭാഗം ഈ സ്റ്റേജിലെല്ലാം കൂടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതിന് മനസ്സിലാക്കി തന്നു. അതെ അതെ. അല്ല ഇപ്പൊ ഒരിടത്ത് സ്റ്റേജ് കെട്ടേണ്ട ആവശ്യം അല്ല ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഇവന്റിനെ വിളിക്കേണ്ട ഓരോ അവൾ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അവൾ ഇങ്ങനെ പറഞ്ഞ് സോൾവ് ചെയ്താൽ മതി എന്ന് പറയാൻ തന്നെ ഇവന് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരാരും പറയണത് കേക്കല്ലേ.
ചുമ്മയാണ് Advice. അതെന്താ മക്കളെ അങ്ങനെ? അതെ എടാ എനിക്ക് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം എന്തെന്നെടാ? തീർത്താ മതി. ആരുടെ അഡ്വൈസ് എവിടെ ചോദിക്കരുന്ന് പറയാം ആരുടെ അഡ്വൈസ് എന്തെങ്കിലും ചോദിച്ചത് പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക അല്ലാതെ മൂന്നാമത് അത് ഒബ്വിയസ്ലി അങ്ങനെയാണടാ. അത് എന്ത് അത് പ്രശ്നം ഞാൻ ഉണ്ടെങ്കിലും- അത് അത് അല്ല, ഞാൻ 100% യോജിക്കുന്ന പ്രശ്നം കാര്യമാണ്. എന്തുണ്ടെങ്കിലും അങ്ങോട്ടും തന്നെ പറഞ്ഞത്. പക്ഷെ നിനക്ക് വേണമെങ്കിൽ എടാ എനിക്ക് ഇങ്ങനൊരു സംഭവം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഞാൻ ആദ്യമേ അങ്ങനെ ഒരു opinions ശീലം ചോദിക്കാം. ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഫ്രണ്ട്സിന്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കാം. ഒരിക്കലും അവരെ Opinion, ഒപ്പീനിയൻ ആയിട്ട് എടുക്കാതെ. അപ്പം എൻ്റെ അടുത്തൊരു കാര്യം ഞാൻ പറയുന്ന ഉപദേശമല്ല, എൻ്റെ ഒപ്പീനിയൻ ആണ്. നിനക്കത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എപ്പോഴും ഡിസിഷൻ നിൻ്റെതായിരിക്കണം. ഡിസിഷൻ നിങ്ങൾ രണ്ടുപേരുള്ളതായിരിക്കണം. അല്ലാതെ ഒരാളെ എടുത്ത് എനിക്ക് വേണ്ടി നീ സംസാരിക്കുക എന്ന് പറഞ്ഞ് തേർഡ് പേഴ്സൺ നിർത്തുകയോ അല്ലെങ്കിൽ ആ തേർഡ് പേഴ്സന്റെ ഒപ്പീനിയൻ നിന്റേതാക്കി മാറ്റുകയോ നീ ചെയ്യരുത്. എപ്പോഴും അത് പാരന്റ്സിന്റെ ആയാൽ പോലും എടുക്കരുത്. എന്ന് വെച്ചാൽ അത് ഒപ്പീനിയൻ ആയിരിക്കണം, ഡിസിഷൻ നിന്റേതായിരിക്കണം. കാരണം ഫൈനലി നീ ചിന്തിക്കണം ഏതാണ് ശരിയെന്ന്. നിന്റെ തീരുമാനം അത് നിന്റെയും നിന്റെ പാർട്ണറുടെയും ആണ് മെയിൻ ആയിട്ട് ലൈഫ് മുന്നോട്ട്. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജീവിച്ചു കാർത്തിക് പോകാനുള്ളത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നും